എന്നെക്കാളും കൂടുതൽ ജീവിച്ചത് ഇതാണ്. ഞാൻ എണിച്ച് വരുന്നതോ ഞാൻ എണിച്ച് പോണതൊന്നും മൂപ്പര് അറിയില്ല. പക്ഷെ തപ്പി രാവിലെ എടുക്കുന്നത് ഇതാണ്. അതൊരു സിനിമാറ്റിക് വിഷ്വലാണ്. എന്റെ പട്ടാളം വിട്ടിട്ട് വന്നതിന്റെ മെയിൻ റീസൺ പറഞ്ഞത് അനി നമുക്ക് ഇനി നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. ഇത്ര വർഷം നമ്മൾ ജീവിച്ചിട്ടില്ല. വന്ന് കാല് കൊത്തി നേരെ പോയത് പ്രിയേട്ടന്റെ സ്റ്റുഡിയോയില. അപ്പൊ ഞാൻ വിചാരിച്ചു പക്ഷെ ഭാര്യ അറിയാതെ പേഴ്സിൽ സൂക്ഷിച്ചു വെച്ച ഫോട്ടോ, അതാണ് ടൈറ്റിൽ. അച്ഛൻ്റെ അല്ലല്ലോ, നമ്മൾ നോക്കിയിട്ടില്ലല്ലോ. സ്റ്റേറ്റ് അവാർഡ് കൈ കിട്ടുക എന്ന് പറയുന്നതും ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. 10ാം ക്ലാസ്സിൽ മലയാളം തോറ്റ വ്യക്തി. അപ്പൊ എന്റെ മലയാളം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. മലയാളത്തിൽ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് സ്റ്റേറ്റ് അവാർഡ് തിരക്കഥയ്ക്ക്. പക്ഷെ അതൊരു കഴിഞ്ഞ ഫേസ്. കാലെന്നൊന്ന് ഉറച്ചോ നീ മനുഷ്യർ ഓടിപ്പോയി, പിന്നെ മറന്നു. ചതി. ചിലപ്പോ പറയും ശരി ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ എന്നൊക്കെ പറയും. എനിക്ക് തോന്നും ചിലപ്പോ അടിച്ച് ഫിറ്റായിട്ട് ചിലവന്മാരിങ്ങനെ ആടിയൊക്കെ പോകുന്നില്ല, എന്നിട്ട് മറിയുന്ന വീഴുന്ന. ഞാനൊരു ദിവസം ഇങ്ങനെ ആലോചിക്കും, എപ്പോഴും ഞാൻ ചെയ്യും കേട്ടോ. ഞാനും തുടങ്ങിയിട്ടില്ല. അപ്പൊ മേജറിന് നമുക്ക് രണ്ടാൾക്കും കൂടെ ആദ്യമായിട്ട് കള്ളുപിടിക്കാൻ രണ്ടാൾക്കും ഇരുന്നിട്ട് നമുക്ക് അടിച്ച് ഇച്ചിരി വൈൻ കൊടുത്തു. ഇതെങ്കിലും ഒരു സിപ്പ് അടിക്കുന്നു. അപ്പൊ മൂപ്പര് എന്ത് ചെയ്തു, 3-4 സിപ്പ് അടിച്ചു. അടിച്ചതിന് ശേഷം എന്താണെന്ന് വെച്ചാ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന ചിരിക്കും. അപ്പൊ ഞാൻ ഇത് കൊള്ളാലോ, മൂപ്പരെ ഞാൻ ചിരിക്കണ കണ്ടിട്ടില്ല. ഡെയിലി പറയും ഫ്രണ്ട്സിന് നിങ്ങൾ കുറച്ച് വൈൻ കൊടുക്കണേ, കുറച്ച് ചിരിക്കണ കാണട്ടെ. കള്ളുപിടിക്കാത്ത എന്താണെന്ന് വെച്ചാൽ അച്ഛൻ കള്ളുപിടിച്ച് കഴിഞ്ഞ് ഫിറ്റായിട്ട് അമ്മയെ കയറി അടിച്ചു അത്ര ഒരു ദിവസം. അയ്യോ അത് രവി സാർ, ഞാൻ ആ ഡേറ്റ് ഒക്കെ വേറെ ആൾക്കാർ കൊടുത്തു. ഞാൻ കരയെന്നുള്ള ലെവലിലായി. അപ്പോഴത്തേക്കും ലാലിന് മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു. ഈ സമയത്ത് ലിസി എന്നെ വിളിച്ച് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീട്ടിലെത്തുന്നതിന് മുന്നേ ആ സർക്കിള്, കോയമ്പേട് സർക്കിളുണ്ട്, അവിടെ ഇരുന്ന് രാത്രിയിൽ വെള്ളം എടുത്ത് മുഖമൊക്കെ കഴുകി കണ്ണൊക്കെ റെഡിയാക്കിയിട്ടാണ് വീട്ടിൽ പോകുന്നത്. മുസ്ലിംസ് കെട്ടുന്ന രക്ഷ എന്ന് പറയില്ലേ, ഹിന്ദു വർഗീയവാദിയായിട്ടുള്ള ഞാൻ എൻ്റെ പേഴ്സണകത്ത് എൻ്റെ അച്ഛൻ്റെയും ഫോട്ടോൻ്റെ കൂട്ടത്തിൽ ഇത് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിറകിലൊരു ചരിത്രമുണ്ട്. മേജർ രവി സാറും അനിത മാമുമാണ് നമുക്കപ്പോൾ. ഹായ്. ഹലോ. അനിത രവീന്ദ്രൻ എന്നുണ്ടോ? ഇല്ല, അനിത രവി. അത്രയും മതി. അധികം തലയിൽ കേട്ടണ്ടെന്നാണ് വിചാരം. ശരിയാ, പകുതി എടുത്തോളൂ. അങ്ങനെ മതി തീരുമാനിച്ചു. ഈ കുറച്ചൊന്ന് സോഫ്റ്റ് ആയില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഒത്തിരി സോഫ്റ്റ് ആയി, കുറച്ചല്ല. പഴയ വെടിവെച്ചുകളില്ല. ഇപ്പൊ തോക്ക് മനസ്സിൽ മാത്രമേ ഉള്ളൂ, പുറത്തില്ല. അടിപൊളിയല്ലേ? രണ്ടു വശത്തും നിൽക്കുന്നത് മനുഷ്യരാണെന്നുള്ളതും ഈ പിക്കറ്റ് 43 പറഞ്ഞു. അപ്പോൾ ഈ പിക്കറ്റ് 43 ശേഷം ഞാൻ മേജറിനെ കാണുന്നത് വേറൊരാളായിട്ടാണ്. കാരണം അതുവരെ പറഞ്ഞിരുന്ന NSG ഓപ്പറേഷൻസ്, അതുവരെ കിട്ടിയ അനുഭവങ്ങൾ, കണ്ടകാറ് എല്ലാം കൂടെ ചേർത്തിട്ട് പല സിനിമകളും നമ്മൾ കണ്ടപ്പോഴും പിക്കറ്റ് 43 പോലെ ഒരു കാവ്യാത്മകമായ സിനിമ, ഒരു പൊയറ്റിക് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു. അതിൻ്റെ പാട്ടുകൾ പോലും ഇപ്പം ഈ അടുത്ത് രാജീവ് നായർ മഞ്ഞോർമ്മകൾ ജലമൗനമായി, അസാധ്യമായ പാട്ടാണ്. അതിൽ മാരിമഴ മാഞ്ഞു പോയി എന്ന് പറയുന്ന പാട്ടും കാട്ടാക്കട മുരുകൻ എഴുതിയതാണ്. അതൊക്കെ ചേർന്നിട്ടുള്ളൊരു കാവ്യാത്മകമായ സിനിമയായിരുന്നു. ഈ സിനിമകളെ കുറിച്ച് പറയുമ്പോഴും ഈ മേജറിൻ്റെ ഒരു മാറ്റം നോക്കുമ്പോഴും ഒക്കെ ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ഒബ്സർവേഷൻസ് ഉണ്ടായിരുന്നിരിക്കും. മേജർ ഇങ്ങനെ മാറി മാറി വരുന്നതും ആ പട്ടാള ചിട്ടയിൽ നിന്ന് മാറി. പക്ഷെ ഇന്ന് രാവിലെ വന്നപ്പോഴും സമയം നോക്കുന്നുണ്ടായിരുന്നു, എന്നെ ഫയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ കാലഘട്ടത്തിൽ വന്നിട്ടുള്ളതായിട്ട് ഒബ്സർവ് ചെയ്തിരിക്കുന്നത്? മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ഫേസസ് ഇറ്റ് ഹസ് ചേഞ്ച്ഡ്. അത് റൈറ്റ് ഫ്രം ഹിസ് ബിഹേവിയർ, പിന്നെ ഹിസ് അപ്രോച്ച് ടുവേർഡ്സ് ലൈഫ്. ബിക്കോസ് അന്ന് ഇറ്റ് വാസ് ലൈക്ക് one shot. It was only the enemy and whatever it is towards the nation. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. Now he sees a lot of other perspective of life. Life is much more different than what he was seeing all the time. ആർമിയിൽ കണ്ട ലൈഫ്. അപ്പൊ അതിന്ന് he has become a much more sober, much more practical. It is not that he was not practical. He was always a very practical man. പക്ഷെ അതിന്ന് ഒത്തിരി മാറ്റം വന്നിട്ട് he's become a much contented man, I feel. He now realizes ജീവിതം ഇതൊക്കെയാണ്. പക്ഷെ when the time comes to again attack, he's again ready. അത് പിന്നെ ബ്ലഡിൽ ഉള്ളതുകൊണ്ട് അത് പോവില്ല. പാട്ടുകളെ കുറിച്ച് ഒരു നല്ല ഏരിയ ആണ്. ഒരു ഫൈറ്റൊക്കെ നമ്മൾ മേജറിൻ്റെ പടങ്ങളിലാണ് ആദ്യമായിട്ട് കാണുന്നത് ഒരു പക്ഷേ അത്തരം ഫൈറ്റ്സൊക്കെ. പക്ഷേ എങ്കിലും അതിൻ്റെ ഉള്ളിലും ഇത്തരം നല്ല പാട്ടുകളൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിക്കറ്റിലേക്ക് എത്തുമ്പോൾ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിച്ചു. ഇപ്പോഴും മനസ്സിൽ നിന്ന് വിട്ടിട്ടില്ലാത്ത പാട്ടിലേക്ക് എത്തുന്നു. മാം എങ്ങനെയാണ് ആ പാട്ടിൻ്റെ ഏരിയയിൽ ആസ്വദിച്ചത്? ഞാൻ ബേസിക്കലി സോങ് ലവറാണ്. ഞാൻ ഒരു ഗസൽ ലവറാണ്. അപ്പോൾ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ വേർഡ്സ് ദാറ്റ് വിൽ ക്രിയേറ്റ്. അപ്പോൾ എനിക്ക് അതിൻ്റെ സിനിമാറ്റിക് വേർഷൻ അല്ലാതെ ഐ സീ ദി സ്ട്രെങ്ത് ഓഫ് ദ വേർഡ്സ്, ദ ലിറിക്സ് ദാറ്റ് ഹസ് ബീൻ യൂസ്ഡ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം ഐ തിങ്ക് ഹി ഈസ് ഗിവൻ വൺ ഓഫ് ദ ബെസ്റ്റ് സോങ്സ്
നമ്മൾ സാധാരണ നമ്മൾ കാണുമ്പോൾ നമുക്ക് മൂളിപ്പാട്ട് പാടാം, ബാക്കിയുള്ള സോങ്സ് ഒക്കെ നമുക്ക് പാടാം. ബട്ട് ദർ ആർ സർട്ടൻ തിങ്സ്. ഇപ്പോഴും നമ്മുടെ നമ്മുടെ മിഷൻ 90 ഡേയ്സിൻ്റെ പാട്ട് അത് വരുമ്പം, പിന്നെ കീർത്തി ചക്രയുടെ ചില പാട്ട്, ആ ഡെഡ് ബോഡി വരുമ്പോൾ ഒരു പാട്ടുണ്ട്, അത് ഇപ്പോഴും ഞാൻ എവിടെ, അത് കാറിലായാലും പബ്ലിക്കിലായാലും ആ പാട്ട് വന്നാൽ ഞാൻ കരയും. അത് കീർത്തിചക്രയല്ല, മിസ്റ്റേക്ക് ആണ്. സോറി, കുരുക്ഷേത്ര ഒരു യാത്രാമൊഴിയോടെ ബിജുമേനോൻ മരിച്ചു വരുന്ന സീക്വൻസിൽ അത് ദാറ്റ് ഈസ് എ വെരി വെരി ഡിഫിക്കൽട്ട് സോങ് ടു ഹോൾഡ് ഓൺ ടു. അത് എപ്പോൾ ആ പാട്ട് വന്നാലും പൊട്ടിക്കരയും. ഇതിനകത്ത് ഗിരീഷുമായിട്ട് ഞാൻ വഴക്കടിച്ചു. കാലത്ത് ഞാൻ ചെന്നപ്പോൾ ഗിരീഷ് എവിടെതാ പാട്ട്, അപ്പോൾ സിദ്ധാർത്ഥാണ് മ്യൂസിക് ഡയറക്ടർ. ഫസ്റ്റ് ടൈം ചാൻസ് കൊടുത്താണ്. അത് രാജീവ് ഗാന്ധി വധക്കേസിൻ്റെ ഇൻചാർജ് ആയിരുന്ന DIG, പിന്നീട് NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആദ്യമായിട്ട് തുടങ്ങിയിട്ടുള്ള DG ആയിരുന്ന RV രാജു സാറിൻ്റെ ചേട്ടൻ്റെ മോനാണ്. അപ്പോൾ അവന് ചാൻസ് കൊടുത്താണ്. അപ്പോൾ അവൻ ഇങ്ങനെ പേടിച്ചിരിക്കുന്ന ഗിരീഷും വെച്ചുകൊണ്ട്, അപ്പോൾ ഞാൻ പറഞ്ഞ കാലത്ത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഗിരീഷ് ഇത് സുഖമായിട്ടില്ല മോനാണ്, എനിക്ക് ആ യാത്ര പറച്ചിലിൻ്റെ ഒരു ഫീല് വേണം. അവസാനം അവൾ പറയണം എല്ലാറ്റിനും മാപ്പ്, പക്ഷെ ഞാൻ കാത്തിരിക്കാം, ഇനിയൊരു ജന്മം അല്ല 7 ജന്മം വേണം എനിക്ക്. ഇതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ആ ഫീല് കിട്ടുന്നുണ്ടായിരുന്നു. ഒരു യാത്രാമൊഴിയോടെ ഫൈൻ. ലാസ്റ്റ് മറ്റവളുടെ സൈഡ്, ഹീറോയിൻ്റെ സൈഡിൽ നിന്ന് പറയുന്ന ഞാൻ കാത്തിരിക്കാം, 7 ജന്മം ഞാൻ കാത്തിരിക്കാം എന്നുള്ളതാണ്. അതെന്തൊക്കെ 7 ജന്മം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രാസം ഒക്കുന്നില്ല. ഇങ്ങനെ ഞാനും ഗിരീഷുമായിട്ട് ഹീറ്റഡ് ആർഗ്യുമെൻ്റായി. അവൻ പറഞ്ഞ ഇതിലെന്താ കുറ്റം, എന്താ അവനെന്താ തിരിച്ചു പോകണം, ഞാനാണെങ്കിൽ വിടുന്നില്ല. അവസാനം 1-2 പറഞ്ഞ് വഴിയായി അവൻ തന്ന് ഞാൻ കീറിക്കളഞ്ഞ്, അതിൻ്റെ മുകളിൽ പ്രശ്നമായി, ആടി പിടിയൊക്കെ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇരുന്നു, നിങ്ങളൊന്ന് പുറത്ത് പോവുക, 2 സിഗരറ്റ് പിടിച്ചിട്ട് വരുന്നത്. ഞാൻ 2 അല്ല 4 വേണമെങ്കിൽ ഞാൻ വലിക്കാം, പക്ഷെ എനിക്കത് വേണം ഗിരീഷ്, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഞാൻ ഇവിടുന്ന് വിടില്ല കേട്ടോ, 7 മണിക്കുള്ള മദ്രാസ് മെയിൽ നീ പിടിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പുറത്തു പോകുന്നു. പുറത്തു പോയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥ ഓടി വന്നു, സാർ നല്ല രസമുണ്ട് സാർ, നിനക്ക് പോലും മനസ്സിലായിടാതെ, പക്ഷെ കേൾക്കാൻ ഭയങ്കര രസമുണ്ട് സാർ. ചെന്ന് പാടുന്നു. അങ്ങനെ സിദ്ധാർത്ഥ് ഇത് പാടി കേൾപ്പിക്കുകയാണ്. കാത്തിരിക്കാം കാത്തിരിക്കാം 7 ജന്മം എന്നുള്ളതല്ല, 7 കാതര. ഈ വാക്കാണ് എനിക്ക് വേണ്ടത്. നമുക്കറിയില്ല അത് എന്താണെന്നല്ല, പക്ഷെ എനിക്കറിയാം അവിടെ എന്തൊരു സംഭവം ഉണ്ട്. അങ്ങനെ 7 കാതര ജന്മം ഞാൻ കാത്തിരിക്കാം എന്നുള്ള ആ വരികൾ കിട്ടിയപ്പം ഞാൻ അതൊക്കെ കയ്യിൽ വെച്ചിട്ടാണ്, ഇനി വയ്ക്കാമെന്ന് ചെയ്യുന്നത്. അന്ന് ഞാൻ പോണില്ല. അങ്ങനെയൊക്കെയുള്ളൊരു ബന്ധമായിരുന്നു ഗിരീഷായിട്ട്. മനസ്സിലായി. അപ്പം ഗിരീഷിൻ്റെ ഒരു പാട്ട് പിന്നീട് അത് രതിനിർവേദത്തിനകത്ത് ജയചന്ദ്രൻ ചോദിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതാണ് നീലാംബരി എന്നുള്ളൊരു ആ പാട്ട്. അത് ആക്ച്വലി നമ്മൾ മാടൻകൊല്ലിക്ക് വേണ്ടി എഴുതിപ്പിച്ചിട്ടുള്ളൊരു പാട്ടായിരുന്നു. അതിലേക്ക് പോയത്. സോ അങ്ങനെ ഗിരീഷായിട്ടുള്ള ബന്ധങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ഒന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സിനിമാ ജീവിതത്തിൽ മിസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെന്ന് പറയാം. എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളത് കൊച്ചിൻ ഹനീഫ് ഖാൻ, ഇന്നോട്ടൻ, ഫൈൻ ഒരു പടത്തിലേ ഉള്ളൂ, പക്ഷേ കൊച്ചിൻ ഹനീഫ് ഖാൻ 3 പടങ്ങളിലും മരിക്കുന്നവരേക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഗിരീഷ്, പിന്നെ അതിനിടയ്ക്ക് കുറച്ച് ചെറിയ ആളുകളൊക്കെ മരിച്ചു പോയിട്ടുണ്ട്, പക്ഷെ അവരൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഇവിടെയൊക്കെ നിങ്ങളറിയാതെ നമ്മളിരുന്ന് കരയുന്നുണ്ട്. അതെ. ഹനീഫ് ഖാനെ ഞാൻ കാണാൻ പോയില്ല, കാരണം എന്നോട് പറഞ്ഞു ഹനീഫ് ഖാൻ നിങ്ങൾ കാണണ്ടെന്ന്. അങ്ങനെയുള്ള വേറൊരു വ്യക്തിയും കൂടെ ഉണ്ട്, ഞാൻ കണ്ടിട്ടില്ല. ഫ്യൂണലിൻ്റെ അവിടെ പോകും, പക്ഷെ ഞാൻ കാണില്ല. കാരണം എന്താ വെച്ചാൽ ഹനീഫ് ഖാൻ എന്ന് പറയുന്നത് ആ സേതുമാധവൻ്റെ കൂടെ നടക്കുന്ന, ആ കത്തിയും പിടിച്ചുകൊണ്ട് നടക്കുന്ന, ഇതാണ് എൻ്റെ മനസ്സിനകത്ത് ഇന്നും നിൽക്കുന്ന ഹനീഫ് ഖാൻ. ആ ഒരു ടഫ്നെസ്സും കാര്യമായിട്ട്. ഹനീഫ് ഖാൻ അവസാന കാലങ്ങളിൽ ഈ ലിവറിൻ്റെ പ്രശ്നം വന്ന് വളരെ അങ്ങ് ചെറുതായിപ്പോയി, അങ്ങനെ അത്രയും ശോഷിച്ചു പോയത് അഴമോട് സീൻ. ഇതേപോലെ പിക്കറ്റ് 43 ഞാൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ബാച്ച്മേറ്റ്, അന്ന് അവിടെ ബ്രിഗേഡിയർ പ്രമോദ്, നല്ല ടഫ് കമാൻഡോ, 2 വർഷത്തിനകത്ത് പെട്ടെന്ന് ഞാൻ അറിയുന്നത്, അവൻ എന്നെ വിളിച്ചിട്ട് പറയാണ്, കേട്ടാ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ, ഇൻറ്റസ്റ്റൈനിൽ ഒരു ക്യാൻസറിൻ്റെ ഇതുണ്ട്, അപ്പോൾ കുഴപ്പമില്ല, അപ്പം ഇതൊക്കെ ഇങ്ങനെയാണ് അവൻ പറയുന്നത്. പക്ഷെ 3 മാസത്തിൽ പാവം പെട്ടെന്ന് ഡിറ്റോറിയേറ്റഡായി. അങ്ങനെ സെപ്റ്റംബർ ആകുമ്പോഴാണെന്ന് തോന്നുന്നു ഞാൻ ടെഡെക്സിൻ്റെ സ്പീച്ച് നടത്താൻ വേണ്ടി ലക്നൗവിൽ പോയിട്ടാണ്, വാരണാസിയിൽ. അവിടുന്ന് പെട്ടെന്ന് കോൾ വന്നു, ഞാൻ ഫ്ലൈറ്റ് പിടിച്ച് ഡൽഹിയിലെത്തുന്നു. ഡൽഹി എടുത്തപ്പോൾ എൻ്റെ ബാച്ച്മേറ്റ് പറയുന്നുണ്ട് ഉണ്ണി, ഇപ്പം ജനറലായിട്ട് ഇപ്പം ഇന്നലെ റിട്ടയർ ആയിട്ടുണ്ട്. ഉണ്ണി എൻ്റെ അടുത്ത് പറഞ്ഞു, രവിയുടെ കാണാൻ വയ്യണം, അവൻ അത്രയും ചെറുതായിരിക്കുന്നു.
അപ്പോൾ എൻ്റെ കൂടെ ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്ന പ്രമോദിനാണ് എൻ്റെ മനസ്സിനകത്ത് എപ്പോഴും. ഞങ്ങളിങ്ങനെ ടഫായിട്ട് നിൽക്കുന്ന ഈ പിക്കറ്റിൻ്റെ സമയത്ത് ഞങ്ങൾ ബാസ്ക്കറ്റ് ബോൾ കളിക്കുമായിരുന്നു. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവൻ്റെ വീട്ടിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നു. ഞാൻ അവനെയും പിന്നെ മരിച്ചു കിടന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്താണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ആ പ്രമോദ ടഫായിട്ട് നിൽക്കുന്നത്. ഇങ്ങനെ ചില കൺസെപ്റ്റ് ഉണ്ടാകും. ചിലർ വിചാരിക്കും എന്തേ മരിച്ചിട്ട് കാണാൻ പറ്റില്ല. ഇല്ല, എൻ്റെ മനസ്സിലിരിക്കുന്ന ആളല്ല അവിടെ കിടക്കുന്നു. അതെ അതെ. ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ട്രെയിനിൽ കള്ളവണ്ടി കയറിയിട്ട് പിടിക്കപ്പെടുകയും 2 ദിവസത്തിൽ കൂടുതൽ പട്ടിണി കിടക്കുകയൊക്കെ ചെയ്ത കഥയുണ്ട്. അത് ഞങ്ങളെപ്പോലെ യൂട്യൂബിലാണ് കണ്ടത്. അപ്പോൾ ഈ കഥയും പറഞ്ഞിട്ടില്ല. എല്ലാ കാര്യങ്ങളും സത്യം പറഞ്ഞാൽ ഞാൻ ചാനൽ ത്രൂ ആണ് കുറേയൊക്കെ അറിയണത്. യഥാർത്ഥത്തിലുള്ള രവിയേട്ടൻ ആരാണെന്നുള്ളത് മനസ്സിലാക്കുന്നത് ഞാൻ വന്ന ഒരു സൈലന്റ് സ്പെക്ടേറ്റർ ആണ്, സൈലന്റ് ആണ്. എന്തെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി പറയും, അത്രയേ ഉള്ളൂ. പക്ഷെ ഞങ്ങളോടൊക്കെ ഈ കഥ പറയുന്നതിൽ പട്ടാള കഥ പോലെ തന്നെ പറയാറുണ്ടല്ലോ. നമ്മൾ സോ കോൾഡ് പട്ടാള കഥ പറയുമ്പോൾ two faces. ഒരാഴ്ച മുന്നേ ഇതിപ്പോ എനിക്ക് ന്യൂസ് മറ്റേ ഒരാൾ വിളിച്ചു തന്നെ. അപ്പം സാജൻ സെക്രട്ടറിയുടെ ജിമ്മി ജോർജ് എന്ന് പറഞ്ഞൊരു വ്യക്തി അത് എന്നെ വിളിക്കുന്നു, നമ്പറൊക്കെ എടുത്തിട്ട് വിളിച്ചിട്ട് ഞാൻ സാജൻ സെക്രട്ടറിയുടെ ഒരു ഇൻ്റർവ്യൂ കാണുമായിരുന്നു. ഞാൻ പറഞ്ഞു അത് 2-3 വർഷം പിന്നെ കൊടുത്തിട്ടില്ലാണെന്ന്. അതിലൊരു കുട്ടമാമയെ കുറിച്ച് പറയുന്നില്ല, മേനോൻ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ആ മേനോൻ റെസ്റ്റോറൻറ്റിൽ ചാപ്പാട് കഴിക്കുമായിരുന്നു 3-4 വർഷം. ഞാൻ അദ്ദേഹമായിട്ട് നല്ല ബന്ധമാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹവും കരീംലാലായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, പിന്നെ ഞങ്ങൾ സംസാരിച്ച് പറഞ്ഞു. ഞാനത് കേട്ടപ്പം മേജറിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കണം എന്ന് വിചാരിച്ചു. സോ ഈ കഥകൾ എവിടെയെങ്കിലും പറയുമ്പോൾ അതിനെ കണക്ട് ചെയ്യുന്ന ആൾക്കാർ പിന്നീട് വിളിക്കുക. അത് എത്ര കൊല്ലം കഴിഞ്ഞിട്ട് ഈ 2 ആഴ്ച മുന്നെയാണ് മൂപ്പരേക്ക് കേൾക്കുന്നത്. അദ്ദേഹമോ നമ്മൾ കൊടുത്ത ഇൻ്റർവ്യൂ. സോ ചിലപ്പോൾ ഞാൻ മരിച്ചു പോയതിനു ശേഷം ചിലർ എന്നെ വിളിക്കാൻ ശ്രമിക്കുന്നത്. അല്ല അങ്ങനെ ഒരു കാര്യം പറഞ്ഞു, അമ്മമാനെ നമ്മുടെ വടിയായിരിക്കുന്നു. ശരിക്കും അന്ന് വന്ന് ചോദിക്കും, മറ്റേ ആ കരീംലാൽ സ്മഗ്ലേഴ്സുമായിട്ടൊക്കെ മേജറിനെ അവരെയൊക്കെ അറിയായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു, അതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടോ? സ്മഗ്ലേഴ്സിനെയൊക്കെ അറിയാമായിരുന്നു എന്നുള്ളത് മാമിന് അറിയാവോ? അവിടെ ബോംബെ വിറപ്പിക്കുന്ന ആൾക്കാരൊക്കെ ആ ഹോട്ടലിൽ വന്നു പോകുമായിരുന്നു എന്നുള്ളത് അത് അന്ന് മോനെ നമുക്ക് അറിയില്ലല്ലോ ഈ വ്യക്തി. ഇവിടെയാണ് നമ്മൾ പറയുന്നത് ഈ പേര്, ഈ ഗുണ്ടാസൊക്കെ എന്താ പറയുന്നത്, ആൾക്കാരെ പേടിപ്പിച്ച് നിർത്തുന്നത് ആ പേരിലാണ്. അതെ അതെ. അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അവരുടെ എന്തിന്. ഇവിടുത്തെ വലിയൊരു ഗുണ്ടേനെ എൻ്റെ അസിസ്റ്റൻ്റുമാർ കയറിയിട്ട് ഒരു ബാറിലിട്ട് അടിച്ചു കഴിഞ്ഞിട്ട് അവനങ്ങ് പോയപ്പോഴാണ് ഈ ബാറുകാർ നിങ്ങൾ പെട്ടെന്ന് സ്ഥലം പെട്ടോന്ന് പറഞ്ഞു. എന്ത് ആരപ്പം നിങ്ങൾ അടിച്ചതെന്നറിയാമെന്ന് ചോദിച്ചു. ഇന്നാൾ സാറേ ഓടി അടി കഴിഞ്ഞ് അടി കൊടുത്തിട്ട് വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബാറിൽ മറ്റവനെത്തി ശരിയായിട്ടുള്ള ടൂളുമായിട്ട്. അവധികുമാർ രക്ഷപ്പെട്ടു പോകുന്നു. ഇതാണ് ഇത് ഈ പേരിൻ്റെ മുകളിൽ പേടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പം കരീംലാല എന്നുള്ള വ്യക്തിനെ എനിക്കെന്ത് കരീംലാല എന്ന് നമ്മളറിയില്ലായിരുന്നു. പക്ഷെ പിന്നീടല്ലേ അറിയുന്നത്. അതുപോലെ തന്നെ വരദരാജ മുതലിയാർ, ഇവരൊക്കെ ബോംബെ വിറപ്പിച്ച് വെച്ചിരുന്ന വ്യക്തികളാണ്. അവിടെ നമ്മളെപ്പോലുള്ളൊരു 45 കിലോ വെയിറ്റുള്ള ഒരുത്തന് ഫൈറ്റ് ചെയ്ത് നിൽക്കാനും കോളർമാൻ്റെ ഗുണ്ടേനെ കോളറിൽ പിടിക്കാനും പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവനെ ആരാന്നുള്ളത് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പേടിപ്പിച്ചുകൊണ്ടാണ് ജനം. ഇന്നിപ്പോൾ ഇവിടെ ഗവൺമെൻറ് നിങ്ങളെയൊക്കെ അടിമകളാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേടിപ്പിച്ചിട്ട് വെച്ചിരിക്കുകയാണ്. പക്ഷേ സാറേ അന്ന് വീട് വിട്ട് ഇറങ്ങി പോയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്നത്തെ മേജർ ഉണ്ടാവില്ലായിരുന്നു. ഇല്ല, അങ്ങനെയല്ലേ നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. കാരണം അന്ന് അച്ഛൻ്റെയും സപ്പോർട്ടുണ്ട് കേട്ടോ. കാരണം അതിൽ അച്ഛൻ എന്നും പറയുന്നു പട്ടാളം എന്നുള്ളൊരു സംഭവം മൂപ്പർക്കുണ്ട്. അതെന്ന് വെച്ചാൽ ഞാൻ പഠിക്കാൻ മോശമാണ്, പഠിക്കില്ല. പക്ഷെ പിന്നീട് നമ്മൾ പഠിച്ച് ഓരോരോ ഗ്രാജുവേഷൻ ഇതൊക്കെ എടുക്കുന്ന സമയത്ത് അച്ഛൻ തന്നെ എന്താ നീ എങ്ങനത്തെ പാസ് ചെയ്തുള്ളത്. അതാണല്ലേ ജീവിതം പലപ്പോഴും പലതും പഠിപ്പിക്കുന്നു. ആ പഠിപ്പിക്കലിനൊന്നായിരുന്നു അച്ഛനും അമ്മയും ഉള്ള സമയത്ത് കുട്ടികളത് യൂസ് ചെയ്യണം. അവരുടെ ആ കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ യൂസ് ചെയ്തിട്ട് ആ അച്ഛൻ പൈസ ഉണ്ടാക്കും, നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്യിപ്പിക്കും, എല്ലാം ചെയ്യും. പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ ആ സമയത്ത് ഉഴപ്പിയാൽ പിന്നീട് ചിലപ്പോൾ ഈ അച്ഛനും അമ്മയും ഉണ്ടാവില്ല. അപ്പോഴത്തേക്കും ജീവിതം മുഴുവൻ കയ്യിൽ നിന്ന് പോകും. എനിക്ക് അച്ഛനും അമ്മയും ഉള്ള സമയത്ത് തന്നെ എനിക്ക് ആ റിയലൈസേഷൻ വന്നു. അതാണ് പട്ടാളത്തിൽ ഇരുന്നുകൊണ്ട് പഠിപ്പ് തുടങ്ങി. പക്ഷേ എല്ലായിടത്തും ഒരു കോയിൻസിഡൻസ് ഉണ്ടായിരുന്നു. അതായത് ഇവിടുന്ന് ചാടി പോകുന്നതുകൊണ്ടാണ് പട്ടാളത്തിൽ ജോയിൻ ചെയ്യേണ്ടി വരുന്നത്. കുറച്ച് ജീവിതാനുഭവങ്ങൾ കിട്ടുന്നു. ആക്സിഡൻറ്റ് പറ്റുന്നതുകൊണ്ടാണ് നമുക്ക് പഠിത്തം വീണ്ടും തുടരാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് NSG എന്ന് പറയുന്നതിലേക്ക് വരുന്നതും സത്യത്തിലൊരു എന്താ പറയുക, അങ്ങനെ ഒരുപാട് കാലം മോഹിച്ചില്ല, പക്ഷേ അങ്ങനെ വന്ന് ചേരുന്നു. അതെങ്ങനെയാണെന്നറിയാം. ആ NSG കിട്ടിയതും ഞാൻ പോളോ വോൾട്ടറായിരുന്നു. അതെ. അപ്പം ഞങ്ങൾ നെഹ്റു സ്റ്റേഡിയത്തിൽ ഞാൻ ഷൈനി വിൽസൺ ഇതൊക്കെ ഞങ്ങൾ ആ ഒരു ബാച്ചുകളാണ്. ഇപ്പം ഇവിടെ മേഴ്സിക്കുട്ടിയുണ്ട്. അപ്പം ഇപ്പോഴും ഞങ്ങൾ കാണുമ്പോൾ സാജിൻ്റെ വൈഫ്. അപ്പം ഇവരെല്ലാം ആ ഒരു ബാച്ചിൻ്റെ സമയത്ത് ഞാനൊരു
സെക്കൻഡ് ലെഫ്റ്റനൻ്റ് ഓഫീസർ അവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പോളോൾട്ട് ചെയ്യുന്ന സമയത്താണ് അവിടെ DGNSG വേദ് മാർവയുടെ അങ്ങേരും സുബ്രഹ്മണ്യം സാറാണെന്ന് തോന്നുന്നു, അദ്ദേഹം സ്റ്റേഡിയത്തിൽ നടക്കാൻ വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് മറ്റേ ADC ആയിരുന്ന ആൾ ഒരു BSF വരും ഗോംസ് എന്ന് പറയുന്നത്, അവനൊരു പോളോൾട്ടായിരുന്നു. അപ്പോൾ അവൻ ഇങ്ങനെ നോക്കിയിട്ട്, സാർ ആ ചാടുന്ന ഒരു പട്ടാള ഓഫീസറാണ്, ലെഫ്റ്റനൻ്റാണ്, ഈസ് വെരി ടഫ്, ഫിറ്റ് ടു ബി ഇൻ NSG എന്ന് പറഞ്ഞു. അവനാണിത് പറയുന്നത്. പക്ഷേ എനിക്കിത് അറിയില്ലായിരുന്നു. പിന്നീട് 2 കൊല്ലം കഴിഞ്ഞ് ഗോംസിനെ കാണുന്ന സമയത്താണ് പറഞ്ഞത്, അന്നത്തെ എൻ്റെ ഒരു വാക്കിലാണ് പേര് വന്നത്. നമ്മൾ അത് ശരി, അപ്പോൾ ഇതൊക്കെ നിമിത്തമാണ്. ഞാൻ വെച്ചാൽ അന്ന് ഞാനവിടെ പോളോൾട്ട് ചാടാൻ പോയില്ലായിരുന്നെങ്കിൽ, അപ്പോൾ എല്ലാറ്റിലും ഒരു ഡെസ്റ്റിനി ഉണ്ട്. നിങ്ങൾക്ക് വിധിച്ചത് നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങളിപ്പോൾ ഒരാൾ ചതിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊക്കെ എന്നെ ഒരാൾ വഞ്ചിച്ചു കഴിഞ്ഞാലും ഞാൻ ഇങ്ങനെ ഇരിക്കും, അത് എനിക്ക് വിധിച്ചിട്ടില്ല എന്നുള്ളത്. അത്ലറ്റിക്സിനുള്ളിലുള്ളത് അറിയായിരുന്നില്ലേ? അത്ലറ്റിക്സ് അറിയാമായിരുന്നു. കല്യാണം കഴിഞ്ഞ ഉടനെ വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ മൊത്തത്തിൽ ഒരു കലാപരിപാടിയായിരുന്നു, കൊറേ പെണ്ണുങ്ങള്. അപ്പൊ ഇത് ആരൊക്കെയാണ് നമുക്ക് കേട്ടിട്ടുണ്ട്, ഷൈനി വിൽസൺ ആൻഡ് കുറച്ച്. പക്ഷെ മെയിൻ ആൾക്കാർ റെയിൽവേ സ്റ്റേഷനിൽ പോയാലും കൊറേ ഇങ്ങനെ ഓടി വരും. അത് കോമഡി പറഞ്ഞു, എല്ലാ സമയത്തും പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു കൂടെ എന്നാണ് പറഞ്ഞ സ്ഥിതിക്ക് റെയിൽവേ സ്റ്റേഷന്റെ മറന്നിട്ടില്ല. അല്ല, അത് ഇപ്പോഴും ഉണ്ട് കേട്ടോ, അത് എവിടെ പോയി നിന്നാലും ഉണ്ടാവും. നമ്മുടെ അടുത്ത് ആ ഒരു ക്ലോസ്നെസ് ഇല്ലാത്ത സമയത്ത്, ഇപ്പൊ പറഞ്ഞില്ലേ പല സമയത്ത് നമ്മളെ ഹഗ് ഒക്കെ ചെയ്യുന്നത്, നമ്മുടെ അടുത്ത് ഇല്ലാത്ത ക്ലോസ്നെസ് മറ്റൊരിടത്ത് കാണിക്കുമ്പോൾ നമ്മളൊക്കെ എന്താ നമ്മുടെ അടുത്ത് ഇല്ലാത്തതെന്ന്, ആ ഒരു ഡിഫറൻസ് ഏതൊരു. പക്ഷേ 30-ാം തീയതി കല്യാണം, ഡിസംബർ 30-ന് കല്യാണം, 7-ാം തീയതിയാണ് ഞങ്ങൾ ഹൈദരാബാദിൽ പോകുന്നത്. അവിടെ ഇവിടെ അച്ഛൻ പോസ്റ്റഡ് ആണ്, അവിടെ ഞങ്ങളുടെ റിസപ്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം 6-ാം തീയതി മറ്റും വന്നിറങ്ങി, കാലത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ട് നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ഉച്ചയ്ക്ക് മറ്റാണ് ട്രെയിൻ. ഈ പോകുന്ന സമയത്ത് സദേൺ റെയിൽവേസിൻ്റെ അത്ലീറ്റ്സ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ഒക്കെ ഉണ്ട്. അതിൽ ഷൈനി വർഗീസും ഉണ്ടായിരുന്നു, ജാവലിൻ ത്രോവർ, അവിടെ ഇപ്പോൾ കാലിക്കറ്റിലുണ്ട്. സോ ഞങ്ങളൊക്കെ അന്ന് സ്റ്റേഡിയത്തിലൊക്കെ ഭയങ്കര ഫ്രണ്ട്സ്. ഷൈനി വർഗീസും വേറെ 2-3, ഇവരെല്ലാം ഓടി വന്ന് നമ്മൾ തന്നെ കെട്ടിപ്പിടി, അത് അപ്പം നമ്മൾ ഇടാ, ഞാൻ കല്യാണം കഴിച്ചിട്ട് ഇടാ, ഓ ഇതിപ്പോൾ നടന്നത് ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവരവരുടെ പാട്ട് പോയി. ഇവിടെ അപ്പത്തേക്കും ടിപ്പിക്കൽ, ഇവിടെ വിട്ടില്ല, അത് വരുമല്ലോ. അപ്പൊ ആ ഒരു പ്രായത്തിന്റെ ഒരു ഇമ്മച്യൂരിറ്റി, പക്ഷെ അത് എങ്ങനെ അത് നമുക്ക് മാറ്റാൻ പറ്റും? ഞാൻ പറഞ്ഞു, ഇനിയുള്ള ആൾക്കാർക്കൊക്കെ മാറിക്കഴിഞ്ഞു, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഇസ് വെരി ഡിഫറെന്റ് വൺ. പക്ഷെ അന്ന് മാറ്റാൻ പറ്റുന്നത് വെച്ചാൽ നമ്മൾ ആ ഒരു ബെറ്റർ ഹാഫിന്റെ അടുത്ത് കുറച്ചുകൂടെ നമ്മൾ അടുത്ത് പഴകി കഴിഞ്ഞാൽ അവൾക്ക് ഒരിക്കലും ആ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് വരില്ല. ഷീ ഈസ് വെരി ഫേം. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇവർ വീട്ടിൽ വന്നാൽ നമ്മുടെ അടുത്ത് കോൺവെർസേഷൻ ഒന്നും ഇല്ല. നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട് മതി ജീവിക്കുമ്പോൾ ഒറ്റയടിക്ക് നമ്മൾ നോക്കുമ്പോൾ കുറേ ക്ലോസ്നെസ്, ഫ്രണ്ട്സ്, കെട്ടിപ്പിടിക്കലൊക്കെ. അപ്പൊ ഇങ്ങനെ അറിയാല്ലേ ഇങ്ങൾക്ക്. ദാറ്റ് ഇസ് വെയർ ഐ സ്റ്റാർട്ട് കണക്ടിങ്. ഓക്കെ, ഹി നോസ് ടു ഷോ. കിട്ടിയ ഹഗ് കൊടുത്താൽ മതിയായിരുന്നു, പ്രശ്നം കുഴപ്പമില്ല, ഇനി കുറച്ച് കൂടുതൽ കൊടുത്താൽ മതി. യൂട്യൂബിൽ കാണുമല്ലോ, ഇപ്പൊ പരാതിയില്ല, ഇപ്പം പരാതിയേ ഇല്ല. ഇപ്പൊ യൂട്യൂബിൽ നിങ്ങൾ കാണില്ലേ? ഞാൻ ഏറ്റവും അധികം എൻജോയ് ചെയ്യുന്നത് എന്താണെന്ന് അറിയാം, ജലീനിയ രണ്ടും കൂടിയുള്ള സ്റ്റേജിൽ വെൻ ഷീ ലുക്സ് അറ്റ് വേറെ ഏതെങ്കിലും പെണ്ണുങ്ങൾ വരുന്ന സമയത്ത് നോക്കുന്നു, ഭയങ്കര രസമാണത്. മസൂയ എന്നിട്ട് ഇവനാണ് നോട്ടമുണ്ടോ ഇങ്ങനെ. ഞാൻ പറഞ്ഞു 2 പിള്ളേരെ ഇതൊക്കെ വളർന്നു പോയി. ഇപ്പോഴും എക്സ്പ്രസീവ് ആണ്. അത് അവനെന്താ പറയുന്നത്, നമ്മുടെ അടുത്ത് അങ്ങനെയല്ല. നമ്മുടെ അടുത്ത് അക്സെപ്റ്റൻസ്, ഹി ഓൾവേസ് ഫീൽസ് ഇറ്റ്, ഐ ഫീൽ വെരി ഇൻസെക്യൂർ. പക്ഷെ ആ ഇൻസെക്യൂർ ആവേണ്ട വൈ വാസ് ഇറ്റ് because you never showed that. ഞാനിപ്പോ പറഞ്ഞ I'm not blaming him because it is all immaturity. ആ immaturity ആ ഫേസ് കഴിഞ്ഞു പോണ ഒരു സ്ത്രീക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവും. ആസ് എ മാൻ he is been busy doing work. ഇതൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല. സോ നമ്മൾ ആ ഫേസ് കടന്ന് നമ്മൾ ഇപ്പോൾ ഒരു സ്റ്റേജിൽ വന്നു. now the life is very beautiful. നമുക്കിപ്പോൾ എക്സ്പെക്ടേഷൻസും ഇല്ല, വിഷമവും ഇല്ല, സങ്കടവും ഇല്ല. ഓൾവേസ് ടു ബി ഹാപ്പി ബിക്കോസ് നമുക്കറിയാം എവ്രി വൺ ഹാസ് ഗോട്ട് എ ഡ്യൂട്ടി ടു ഡു ഇൻ ദർ ലൈഫ്. പക്ഷേ ഈ സിനിമാക്കാരനായപ്പോൾ കുറച്ചുകൂടെ കൈ കിട്ടിയില്ലേ? ഇല്ല, കിട്ടിയിട്ടില്ല. അപ്പൊ വീണ്ടും അത് വേറെ പ്രൊഫഷനായി മാറി. പട്ടാളം വിട്ടിട്ട് വന്നതിന്റെ മെയിൻ റീസൺ പറഞ്ഞത്, അനി നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. ഇത്ര വർഷം നമ്മൾ ജീവിച്ചിട്ടില്ല. വന്ന് കാല് കുത്തി നേരെ പോയത് പ്രിയേട്ടന്റെ സ്റ്റുഡിയോയില. അപ്പൊ ഞാൻ വിചാരിച്ചു, മൂവി ഞാൻ ഐ പ്രോമിസ് യു വെദർ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഫ്ലോപ്പ് ഓർ എ ഹിറ്റ്, ദിസ് ഇസ് മൈ ലാസ്റ്റ്, വി വിൽ ബി ടുഗദർ. അപ്പോഴും ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ ഹോപ്പ് എന്ന് പറഞ്ഞൊരു വലിയ വാക്കാണ് ജീവിതത്തിന്റെ. അപ്പൊ ശരി, ഇത് കഴിഞ്ഞ ഇന്ന് വരെ സാർ. അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചിട്ടെ, പ്രിയദർശൻ സാറ് മണിരത്നം സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ലേ? അവരുടെ കൂടെ വെറുതെ ഓരോ പടം ചെയ്യുമ്പോൾ മിലിറ്ററി സീക്വൻസോ
പ്രിയേട്ടനോട് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രിയേട്ടനൊന്നും പടമൊന്നുമില്ല. അപ്പം ഞാൻ കാലത്ത് സ്കൂട്ടർ കൊടുത്തുകൊണ്ട് പ്രിയേട്ടൻ്റെ അവിടെ പോകും. എന്നിട്ട് പ്രിയേട്ടനെ സ്കൂട്ടറിൽ വെച്ചിട്ട് അല്ലെങ്കിൽ പ്രിയേട്ടൻ്റെ കാറെടുത്തിട്ട് ഞങ്ങൾ ഡോൺ ബോസ്കോ പോയി നടക്കാൻ പോകും. അദ്ദേഹത്തിൻ്റെ ശരീരം നോക്കലാണ് എൻ്റെ പണി. അല്ലെങ്കിൽ മടിയനാണ് പ്രിയേട്ടൻ, നീക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ ഞാൻ മൂപ്പരെ ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അപ്പോഴത്തേക്കും മോഹൻലാലിൻ്റെ വീടിൻ്റെ അടുത്താണ്. അങ്ങനെ സ്വിച്ചിനെ പിടിച്ച് ആ ട്രാക്കിൽ കയറ്റി. അപ്പം ഞങ്ങളെല്ലാവരും വാക്കിംഗ് ഇതായി. സ്വിച്ച് അപ്പോഴത്തേക്ക് ഒരു 11 കിലോ വെയിറ്റ് കുറച്ചു. അങ്ങനെ ഇതെല്ലാം നടക്കുന്ന ഒരു 6 മാസം 8 മാസത്തിൻ്റെ അങ്ങനെ നല്ലൊരു കമ്പനി. പിന്നെ അത് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാൻ തിരിച്ച് സ്കൂട്ടറും കൊണ്ടുവന്ന് പ്രിയേട്ടൻ്റെ അടുത്ത് വന്നു. പ്രിയേട്ടൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ സുരേഷ് ബാലായിട്ട് ഓഫീസിൽ പോയിരിക്കും. അവിടെ ഇരുന്നു പണിയെടുത്ത്. അപ്പോഴത്തേക്കും പ്രിയേട്ടൻ്റെ സ്റ്റുഡിയോൻ്റെ വർക്ക് നടക്കുന്നു, ഈ 4 ഫ്രെയിംസൊക്കെ. അങ്ങനെ ഒരു ലൈഫ് അങ്ങനെ ടുഗദർ ലസീം എന്ന് പറയുന്നൊരു ഫാമിലി ഗെറ്റ് ടുഗദർ പോലെയായിരുന്നു. എല്ലാ ദിവസവും ഞങ്ങൾ ബാലാജങ്കിളുടെ സുച്ചിയുടെ ഡാഡിൻ്റെ വീട്ടിലുണ്ടായിരിക്കും. അർജുൻ വാസ് ഗ്രോൺ അപ്പ് ദർ എലോങ് വിത്ത് അപ്പു. ഈ ഇവരെല്ലാവരും കുട്ടികളെല്ലാം ഒരുമിച്ച് വളരുന്നുണ്ട്. അർജുനൊന്നും ഹോംവർക്കൊന്നും ചെയ്യേണ്ട ഇതില്ല. നമ്മൾ ഈവനിങ് ആയ വണ്ടി എടുത്ത് ഇവിടെ കൊണ്ട് നട്ടു. അത് കഴിഞ്ഞ് രാത്രി തിരിച്ചു പോയി കിടന്നുറങ്ങുന്നു. ഇങ്ങനൊരു ലൈഫായിരുന്നു അവിടെ. പിന്നെ അത് കഴിഞ്ഞ് പ്രിയേട്ടൻ്റെ കൂടെ ആഡിൽ അസിസ്റ്റൻ്റായിട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. സിനിമകൾ വന്നപ്പോഴത്തേക്കും ഐ വാസ് നോട്ട് ദാറ്റ് കീൻ. ഇത്രയും ദിവസം അവിടെ പോയി നിൽക്കുകയാണ്. പിന്നെ രാക്ലി പാട്ടിനിൽ തുടങ്ങിയപ്പം എന്നെ അസിസ്റ്റൻ്റായിട്ട് അവിടെ അഭിനയിക്കാനും കൂടെ വെച്ചു. പിന്നെ മേഘത്തിൽ അതായി. മേഘം കഴിഞ്ഞ് പിന്നെ വെട്ടമായി. വെട്ടത്തിൽ എന്നെ അസോസിയേറ്റ് ആയിട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് ഞാൻ കീർച്ചക്ര മോഹൻലാലായിട്ടെല്ലാം ടൈപ്പ് ചെയ്ത് ഓക്കെ ആക്കി. പിന്നെ അത് ഡേറ്റ് മാറിയതുകൊണ്ട് ഒരു വർഷം ഉണ്ടായിരുന്നു. അപ്പോഴാണ് പ്രിയേട്ടൻ പറഞ്ഞ്, എടാ ഒരു കഥ എഴുതണം എനിക്ക്, നീ ഒന്ന് വാങ്ങുന്നത്. അങ്ങനെ ഞാൻ ഹോൾഡൈനിൽ പോയിരുന്ന് ഞാനും പ്രിയേട്ടനും കൂടെ രാത്രി ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പ്രിയേട്ടൻ ഷൂട്ടിന് പോകും, ഞാനത് ഇരുന്നിട്ട് 1 ലൈൻ റെഡിയാക്കും ഡേ ടൈമിൽ. അങ്ങനെ ഒന്നാണ് മാലാമാൽ വീക്ക്ലി എന്ന് പറയുന്ന പടം. അതാണ് ഇവിടെ ആമി മൊയിലൊന്ന് എന്തോ പറയുന്നത്. മാലാമാൽ വീക്ക്ലി ബിഗേം എ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ഓഫ്. ഇത് ഞാൻ കീർച്ചക്ര ചെയ്യുന്നതിന് മുന്നേ ചെയ്ത പടമാണ്. അപ്പം അങ്ങനെ ഒരു ബന്ധം അവിടേക്ക് വന്നു. പ്രിയേട്ടനായിട്ട് ഞാനിപ്പോഴും ഉടക്കുണ്ടാകും. പ്രിയേട്ടൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാനത് പറയും ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതൊക്കെ ഓക്കെ. പക്ഷേ പ്രിയേട്ടൻ ഒരു വിളിച്ച് കഴിഞ്ഞാൽ അതൊക്കെയാണ് ഫ്യൂസ് ഊരിയിടിച്ചിട്ട് എന്താ വേണ്ട എപ്പോഴാണ് വേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് നിൽക്കും. അങ്ങനെ എപ്പോഴൊന്നും വിളിയൊന്നും ഉണ്ടാവില്ല. മൂപ്പർക്കും ഇന്ന സമയത്ത് അവനെ വിളിക്കാമെന്ന് പറയും. വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ എത്തിയിരിക്കും. ഇങ്ങനെയുള്ള കുറേ ബന്ധങ്ങളായില്ല. അതിൽ നിന്നാണ് മോഹൻലാൽ അപ്പം ഇവിടെ ഉണ്ട്. ഇതിലൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കയറി ആ സിനിമയായിട്ട് ഇങ്ങനെ വന്നു. എന്നിട്ടും ഞാൻ ഈ കീർച്ചക്ര എഴുതി വെച്ചിട്ടും മോഹൻലാലിൻ്റെ അടുത്ത് ഞാൻ പോയിട്ടില്ല, മമ്മൂക്കാൻ്റെ അടുത്ത് പോയിട്ടില്ല. മമ്മൂക്കാനെ അറിയാമായിരുന്നു. മറയൂരിൽ പട്ടാളം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ റൂമിൽ കയറി വന്നു. മറയൂരിൽ ഞാനും മമ്മൂക്ക ഒരു റൂമിൽ ഇതിലായിരുന്നു, ഹോട്ടലിൽ. ഒരു ദിവസം കയറി വന്നിട്ട് ഇതെന്താണെന്ന് ചോദിച്ചു. കുറേ പേപ്പറൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു കഥ എഴുതണമെന്ന് പറഞ്ഞു. എന്താണ് കഥ? നമ്മളിങ്ങനെ നക്ഷൽ പറഞ്ഞു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് മൂപ്പരെന്താ ചായ എന്താ കുടിച്ചോണ്ടിരുന്നത്? കപ്പെടുത്ത്. അത് പിന്നെ നിങ്ങളെ മറ്റവനെ വെച്ചിട്ടില്ല ചെയ്യുള്ളൂ. മമ്മൂക്കാരെ ഒരു നിഷ്കളങ്കമായിട്ടുള്ളൊരു സംഭവമുണ്ട്. നിങ്ങളിങ്ങനെ പിന്നെ അവനായിട്ടല്ലേ വലിയ ബന്ധം. അപ്പം ഞാനെന്ത് പറഞ്ഞത്, ഞാൻ പറയും നിങ്ങളൊക്കെ എനിക്ക് ഡേറ്റ് ഇടുക, നിങ്ങളായാലും ശരി അവനായാലും ശരി, നമ്മൾ വല്ല പുതിയ പിള്ളേരെ വെച്ചിട്ട്. അങ്ങനെയാണ് ഞാൻ ബിജുവിൻ്റെ അടുത്ത് പോകുന്നത്. ബിജുവായിട്ട് നമ്മളതൊക്കെ സെറ്റപ്പ് ചെയ്തു. അവിടുന്ന് ബിജു ഒരു പ്രൊഡ്യൂസറിനെ കൊണ്ടുവന്നു. അങ്ങനെ താജിൽ ഈ പ്രൊഡ്യൂസേഴ്സ് അമേരിക്കക്കാർ വന്നിരിക്കുകയാണ്. ഈ പണം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എണ്ണം അമേരിക്കയിൽ വരും. ഞാൻ എന്താ അമേരിക്കൻ സിറ്റിസൺ എന്നൊക്കെ പറയാം. അപ്പോൾ ബിജുവിനെയും കൊണ്ടുവന്ന് താജിലെടുത്ത് എന്നെ കഥ പറയാൻ വേണ്ടി വിളിച്ചു. ഞാൻ കഥ പറയുന്ന സമയത്ത് ഇവരൊന്ന് ചിട്ട് കളിക്കണം. ഞാൻ കഥ വായിക്കാൻ വേണ്ടി ബുക്കുമായിട്ടിരുന്നിട്ട് കഥ പറയുമ്പോൾ അവരവിടെ അടി. അത് 9 ക്ലാവർ നിങ്ങൾ. ഞാൻ കുറച്ച് നേരം ഇരുന്ന് രജനീഷ്, എൻ്റെ ഈ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് അതൊരു തണ്ടിക്കും വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റില്ല. എത്ര പണക്കാരനാണ് ശരി. ഞാൻ പണത്തിന് മുമ്പിൽ തല കുനിക്കുന്ന ആളല്ല. നിങ്ങളെത്ര, അത് നിങ്ങളുടെ പൈസ, നിങ്ങളെ ബെന്റ്ലി ഉണ്ടെങ്കിൽ നിങ്ങൾ വെച്ചോ, എൻ്റെ മാരുതി മതി, അത് എൻ്റെയാണത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി. ഞാനിവിടുന്ന് നേരെ കീഴ്ചക്ര സ്ക്രിപ്റ്റ് മടക്കി വെച്ചു എഴുന്നേറ്റ്. ബിജു ഇരിക്കുന്നുണ്ട്. ബിജു കേട്ടപ്പോൾ ബിജുവിന് ഇതൊക്കെ ഓർമ്മ വരുമായിരിക്കും. ബിജു, എടാ ഈ തെണ്ടികൾ ഒരു പടം ചെയ്യലടാ ഇങ്ങനെ പറഞ്ഞ്. അവൻ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അപ്പടിക്കുന്നുള്ള ലെവലിലാണ് ഞാൻ നിൽക്കുന്നത്. അന്നത്തേക്ക് ആളെന്ന് ആലോചിച്ചു നോക്കും. 2004 കാര്യമാണ് ഈ പറയുന്നത്. ഞാൻ ഞാൻ ഈ നിൽക്കുന്ന നിപ്പില് മറ്റവന്മാർ ഞെട്ടിപ്പോയി. 2 ഞാൻ ഈ തണ്ടികളൊന്നും പടം ചെയ്യലടാ, ഇത് നിന്നെ വെച്ചിട്ട് വെറുതെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട്, നീ വരുന്ന അവർ ലീവിന് വരുന്ന സമയത്ത് നിന്നെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കേടാ ബിജു, ഞാൻ പോയിട്ട് വരാമെന്ന്. ഒരക്ഷരം വേണ്ടിയില്ല, ഞാൻ ഇറങ്ങിപ്പോയി. ബിജു ആകെ എംബറാസായി.
ബിജു പറഞ്ഞു ചേട്ടാ സോറി കേട്ടോ. ഞാൻ പറയാം അല്ലാതെ പിന്നെ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറയാം അല്ലാതെ മോനെ അവർക്ക് അവർ റെസ്പെക്ട് കൊടുക്കണം. ഒരു കഥ പറയാനൊരുത്തം വന്നിട്ടുണ്ടെങ്കിൽ അത് കേൾക്കണം. അല്ല അവൻ ചീട്ട് കളിക്കുന്നതിൻ്റെ ഇടയിൽ വല്ലതും കാതിൽ വീണാൽ ഓക്കെ എന്നുള്ളത്. അപ്പോൾ ദാറ്റ് മീൻസ് അവൻ പടം ചെയ്യാനല്ല, അത് നീ മനസ്സിലാക്കിക്കോന്നുള്ളത്. ചേട്ടാ സോറി കേട്ടോ എന്നുള്ളത്. അങ്ങനെ ആ പടം നിന്നുപോയി. ഇത് കഴിഞ്ഞ് ഞാൻ പെട്ടി മടക്കി സാധനം എല്ലാം എടുത്ത് അകത്ത് കയറ്റി വെച്ചു. പിന്നെ ഞാൻ പടം വിട്ടു. 2003 2004 പിന്നീട് ഞാൻ സെപ്റ്റംബറിൽ ലാലിൻ്റെ ലൊക്കേഷൻ വിട്ടു. ഒരു ഗതിയില്ലാതെ ഞാൻ വിചാരിച്ചത് പറഞ്ഞു നോക്കാം. അത് ഏറ്റു. വിത്തിൻ 2 hours പടം കഥ പറഞ്ഞു, ഫുള്ളിരുന്ന് കേട്ടു. അതൊക്കെയാണ് കഥ കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫുള്ള് കഥ വിത്ത് ഡയലോഗാണ് ഈ ലാൽ കേൾക്കുന്നത്. എനിക്ക് വായിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ എഴുതിയ കഥയാണ്. എനിക്ക് ഡയലോഗൊക്കെ ഞാൻ എഴുതിയിട്ടാണ്. അപ്പോൾ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാവിലെ കണ്ണൊക്കെ നിറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ജനലിൻ്റെ അവിടെ പോയി കണ്ണുടച്ചിട്ട് ആണോ ഈ കഥ എന്താ എൻ്റെ അടുത്ത് പറയായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആണ് ഇഷ്ടപ്പെട്ടാണ്. എപ്പോഴാണ് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചു. അപ്പോൾ കറക്റ്റ് ടൈം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഓഗസ്റ്റ് മാസത്തിലൊക്കെ വെതർ നന്നായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ സെപ്റ്റംബറാണ്. അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നത്. അങ്ങനെ മൂപ്പര് ആരൊക്കെ വിളിച്ച്. അപ്പോൾ എനിക്കറിയില്ല ഈ ഒരു പടത്തിന് ഡേറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ എൻ്റെ അനിയനുണ്ടായിരുന്നു. അവൻ 1 മണിക്കൂർ വന്നപ്പോൾ അന്ന് തമ്പിച്ചാനുണ്ട് അവിടെ, തമ്പി കിടന്നാനും. കുറച്ച് കഴിഞ്ഞ് തമ്പിച്ചാൻ ഇതെന്ത് മണ്ണും ചാരിയൊന്നും പെണ്ണും കൊണ്ടുപോയാന്ന് വെച്ചു. അതെന്താന്ന് ചോദിച്ചു. ഞാൻ 3 വർഷമായിട്ട് ഇപ്പോൾ ആ കഥയും കൊണ്ട് നടക്കുകയാണ്. ലാൽ പറഞ്ഞ് ഞാൻ ഈ പടം ചെയ്യാൻ പോകുന്നത്. ഇത്ര എന്താണ് രവീന്ദ്രൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. ഞാൻ പറയാം ലാലിൻ്റെ കഥ ഇഷ്ടപ്പെട്ട അത് ഓക്കെ ആണെന്ന് മൂപ്പര ആൾക്കാരെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. ഇപ്പം അനിയൻ പറഞ്ഞു ഇനി ഇവിടെ നിൽക്കരുത്, വില പോകും. വണ്ടി എടുത്ത് വിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ രഞ്ജിത്തിനെ വിളിച്ചു. എടാ ഇങ്ങനെയൊക്കെയാണെന്നത് നമ്മുടെ റൈറ്റർ രഞ്ജിത്ത്. അവർ ഗുഡ്. അപ്പോൾ അത് ഓക്കെ. അപ്പോൾ രഞ്ജിത്തിന് മുന്നേ ഹിന്ദിയിലേക്ക് എനിക്ക് ഒരാളെ മുട്ടിച്ചെന്ന് വിട്ടിരുന്നു. അത് നടന്നില്ല. അപ്പോൾ രഞ്ജിത്തിനെ വിളിച്ചു. അപ്പോൾ അപ്പോഴത്തേക്ക് എനിക്ക് കോൾസ് വരാൻ തുടങ്ങി. മോഹൻലാൽ ഡേറ്റ് തന്നത്. ഞാൻ പറഞ്ഞേ എനിക്കൊരു എക്സൈറ്റ്മെൻറ്റും ഇല്ല. പിന്നെ ഈവനിങ് ആയപ്പോഴത്തേക്കും എനിക്ക് ടെൻഷനായി. പറഞ്ഞു ഇനിയിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യും വേണ്ടേ. അവിടെയാണ് നമ്മൾ ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. അവിടെ ചില കാരണങ്ങളെ കൊണ്ട് ആനയോട് ഒന്ന് കഥ കേൾക്കാൻ പറഞ്ഞു. ആന കഥ കേട്ടു. എന്തോ അവർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് വിട്ടു. പിന്നെ ഞാൻ പ്രൊഡ്യൂസറിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ 5 ലക്ഷത്തിൻ്റെ ചെക്ക് കൊടുത്തു. അത് ബൗൺസ് ആയതൊന്നും ഞാൻ അറിയുന്നില്ല. അങ്ങനെ ഒരു പ്രാവശ്യം അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ തിരുവിനൊക്കെ അഡ്വാൻസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അത് ഫൈനാൻസ് വന്നിട്ടില്ല എന്ന് പറഞ്ഞ് എവിടെ നിന്നാണെന്ന് ചോദിച്ചു. ചൗധരി സാറിൻ്റെ അടുത്താണ്. ഞാൻ പറഞ്ഞു ചൗധരി സാറിൻ്റെ അടുത്ത് എന്നെ കൊണ്ടുപോകുന്നു. അങ്ങനെ ചൗധരി സാറിൻ്റെ അടുത്ത് പോയിട്ട് ഞാനവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ചൗധരി സാറിനെ അറിയാം. അദ്ദേഹത്തിന് വേണ്ടി ഞാനൊരു പടത്തിൽ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വാങ്ക മേജർ ഉക്കാറും കാണുന്നു. ഞാൻ പറഞ്ഞു സാർ എൻ്റെ അടുത്ത് എന്താന്ന്. അപ്പോൾ ഇവന്മാർ രണ്ടോടെ നിൽക്കുന്നുണ്ട് പിറകിൽ ഇങ്ങനെ. ഞാൻ പറഞ്ഞു சார் இவங்க சொல்கிறேன் நான் ஒரு படம் பண்ண போகிறேன் சார் மோகன்லால் வச்சுட்டு அதுக்கு ஃபைனான்ஸ் நீங்கள் கொடுப்பேன்னு சொல்லி இந்த 1 மாதமாக என்னை சுத்த வைக்கிறேன். நான் எப்படா சொன்னேன் உனக்கு பணம் கொடுப்பேன்னு. ഇനീഷ്യൽ പണം നീ പോടണം. അഡ്വാൻസ് കൊടുക്കേണ്ടതും കാര്യങ്ങളൊക്കെ നീ ചെയ്യേ. എന്നാൽ പിന്നെ ഞാൻ ഫൈനാൻസ് ചെയ്യാം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. ഞാൻ എഴുന്നേറ്റ് താങ്ക് യു സാർ പോയിട്ട് വരാം വിട്ട്. ഇനി ആരും പ്രൊഡ്യൂസർ ഒന്നുമില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വരുന്നു. രമാ മേഡം ഉണ്ട് അവിടെ. சார் எங்கே இருக்கேன்? இந்த வீட்டுக்கு போயிட்டே இருக்கேன் சார். சௌத்ரி சார் கொஞ்சம் வர முடியுமா கூப்பிட்றாங்க. വരാമെന്നത്. അങ്ങനെ ചൗധരി സാർ തിരിച്ചു വിളിച്ച് മൂപ്പര് കഥ കേൾക്കുന്ന റൂമുണ്ട്, അവിടെ ഇരിക്കുകയാണ്. എന്നാ കഥ? അങ്ങനെ മൂപ്പര് കഥ കേൾക്കണം 2 മണിക്കൂർ. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ബുക്കൊന്നുമില്ല, ഫുൾ വിത്ത് ഡയലോഗല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം 4 വർഷം ഇരുന്ന് എഴുതിയിട്ടുള്ളതാണ് ഈ സാധനം. ചൗധരി സാർ അവസാനം ക്ലൈമാക്സ് കേട്ടപ്പോഴത്തേക്കും കരച്ചിലായി. ആ മരണവും ജീവയുടെ മരണമൊക്കെ. അപ്പോൾ யார் இந்த செகண்ட் கேரக்டர்னு வச்சு. ഞാൻ சார் உங்கள் பையனோட படம் நான் பார்த்தேன் ராம், எனக்கு அவனை போட்டால் நல்லா இருக்கும்னு தோணுச்சு. அதான் நான் இவங்ககிட்ட சொல்லியிருந்தேன். ஓகே சரி சாப்பிடலாம். ഞങ്ങൾ രണ്ടാളും കൂടെ അപ്പോഴത്തേക്കും സാപ്പാട് വന്നു. അപ്പോഴത്തേക്കും സാപ്പാട് കഴിഞ്ഞപ്പോഴത്തേക്കും ജീവിയും വന്നു. രണ്ടാമത് പിന്നെയും ജീവയ്ക്ക് വേണ്ടി ഒരു കഥ ഇങ്ങനെ പിന്നെയും ഇരുന്ന് കേൾക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചു. മോഹൻലാൽക്ക് அட்வான்ஸ் கொடுக்கணும் சார், இவங்க அது 5 லட்சம் கொடுத்துருக்கு சொன்னேன். അപ്പോൾ അത് നമ്മൾ ക്യാഷാக കൊണ്ട് കൊടുത്തിട്ട് അത് ചെക്ക് തിരിച്ചു വാങ്ങിடலாம். ഓക്കെ നാളെ കാലയിൽ ഫ്ലൈറ്റ് പോയിട്ടുണ്ടാകും. പിറ്റേ ദിവസം കാലത്ത് ഫ്ലൈറ്റ് ഇടുന്നു. ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് അദ്ദേഹം ബാങ്കിൽ നിന്ന് ക്യാഷ് എടുത്ത് കൈ കൊണ്ടുവന്ന് തന്നു.
ഞാനത് കൊണ്ട് എൻ്റെ അടുത്ത് സ്ലിപ്പും തന്നു, ക്യാഷ് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് എടുത്താമെന്നുള്ളത്. അങ്ങനെ തൊടുപുഴയിൽ ഷൂട്ട് ചെയ്യാണ്. ഏത് ഭദ്രേട്ടൻ്റെ പടം ഉടയാൻ. ഉടയാൻ ഷൂട്ട് ചെയ്യുന്നിടത്ത് നമ്മൾ പോകുന്ന രാത്രി 10 മണിയായി. ചെന്ന് കയറിയപ്പോൾ മോഹൻലാലുണ്ട്, ആന്റണിയുണ്ട്. ആ രവി സാർ, ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ പറഞ്ഞു സാർ, ചൗധരി സാറ് അഡ്വാൻസ് വന്നിട്ടുണ്ട്, നമ്മൾ പ്രൊഡ്യൂസറെ മാറ്റി മൂപ്പറെടുക്കാൻ പറഞ്ഞു. അയ്യോ അത് രവി സാർ, ഞാൻ ആ ഡേറ്റൊക്കെ വേറെ ആൾക്കാർ കൊടുത്തു. അവന്മാർ തന്ന ചെക്ക് ബൗൺസായി, അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുമെന്ന്. നമ്മൾ അണ്ണാ ഞാനിപ്പോൾ അതിനുള്ള ക്യാഷ് കൊണ്ടുവന്നിരിക്കുക. ഇല്ലല്ല. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇല്ലല്ല രവി സാർ, അത് ഞങ്ങൾ ഡേറ്റ് കൊടുത്തു. ഞാൻ കരയുന്നുള്ള ലെവലിലായി. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു പ്രശ്നമില്ല, നമുക്ക് അടുത്ത വർഷം ചെയ്യാമെന്നത്. 2006 മാർച്ച് മാസത്തിലൊക്കെ ആകുമ്പോൾ നമുക്ക് ചെയ്യാം. ഞാൻ ഈ പൈസ കൊടുക്കുന്നതിന് മുന്നേ ഞാൻ തിരിച്ച് ചൗധരി സാറിൻ്റെ അടുത്ത് ചോദിക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞെങ്കിൽ ഓഗസ്റ്റ് 11 ഇനിത് മാറ്റുമ്പോൾ ഞാൻ എൻ്റെ സ്വാർത്ഥതയ്ക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ചൗധരി അതുവരെയ്ക്കുള്ള പണം എന്തിനാ നീ കൊടുത്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മുട്ടും. ഇദ്ദേഹത്തെ വിളിക്കണം. എൻ്റെ ടെൻഷൻ എന്തായി, മണി 10 കഴിഞ്ഞിരിക്കുന്നു. ഇദ്ദേഹം 10 മണി കഴിഞ്ഞാൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും. അന്ന് രജനീഷൻ ഞാൻ രണ്ടും കളിപ്പിച്ച് വരാന്തയിൽ നിന്നിട്ട് ഫോണടിച്ചു. കൂടെ അമ്പിളിയുണ്ട്, പാലക്കാടുള്ള അമ്പിളി മൂവീസിൻ്റെ, രമ്യ മൂവീസിൻ്റെ, മരിച്ചുപോയി പാവം. അദ്ദേഹമുണ്ട്. ഞാൻ വിളിച്ചപ്പോൾ ഒറ്റ കോളിന് ചൗധരി സാർ ഫോൺ എടുത്തു. ഞാൻ പറഞ്ഞു എങ്ങനെയാണ് സാർ ഡേറ്റ് മാറ്റി, എങ്ങനെ പരവായില്ല, പണം കൊടുത്തിട്ട് വാങ്ങുക, ഉங்களுക്കും ടൈം കിടക്കില്ല, പ്രിപ്പയർ பண்ணுங்க. ഇതാണ് ചൗധരി സാർ പറഞ്ഞത്. അടിപൊളി. അതാണ് ദൈവികമായിട്ടുള്ള ചില ആളുകളെന്നൊക്കെ പറയുന്നത്. ഇതാണ്. അതിനിടയിലൊരു കാര്യം, ഇതിന് തിരക്കഥയ്ക്ക് അവാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ അതിൻ്റെ ഒരു ഭാഗമാകുമ്പോഴല്ലേ നമ്മൾ പ്രതീക്ഷിക്കൂ. അത് ഭാഗമായിട്ടില്ല. നമ്മൾ ജോബ്, നമ്മുടെ റോള് മാത്രം ചെയ്യുക, മോനെ നോക്കുക, കാര്യങ്ങൾ നോക്കുക. ഞാനൊരു ചെറിയ തോതിൽ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അതിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു അതിൻ്റെ ഒരു ഫേസിൽ. ഈ സ്ട്രഗിളൊക്കെ നമ്മൾ കേൾക്കണതൊക്കെ ഇപ്പം ഇങ്ങനെ കേട്ട് മനസ്സിലായി. ഇപ്പം കുറേ മനസ്സിലായി കേട്ടോ. ഇപ്പോഴാണ് ശരിക്കും മേജറിനെ മനസ്സിലാക്കിയെടുക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. ഇല്ല, ഇതിനകത്ത് പല കാര്യങ്ങളും പലർക്കും അറിയില്ലല്ലോ. ഇപ്പോൾ കീർത്തിചക്ര എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രിപ്പറേഷനും ആ സിനിമ നടന്നും വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഉദയനാണ് താരത്തിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള സ്റ്റോറി ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഒരു ഡയറക്ടറിൻ്റെ സ്ട്രഗിൾ എന്താണെന്നുള്ളതും എത്രയോ ആളുകൾ കൂടെ നിന്നിരുന്ന ആൾ ഒറ്റപ്പെട്ടു പോയിട്ടുള്ളൊരു ഫീല് എങ്ങനെയാണെന്നുള്ളതും അറിയാൻ പറ്റും. ആ സമയത്ത് സപ്പോർട്ട് ചെയ്തിരുന്നവർ ആരാണെന്നുള്ളതെല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനകത്ത് ഇവൾക്കിതൊന്നും അറിയില്ല. കാരണം വെച്ചാൽ സിനിമയെക്കുറിച്ചുള്ള ഒരു ഇതുമില്ല. സിനിമയെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ ലേഡീസായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സുച്ചിയും അതുപോലെ തന്നെ ലിസിയായിരുന്നു. ഇവർക്ക് ന്യൂസുകൾ കിട്ടും. കാരണം കേൾക്കുന്ന എന്താണ്, മോഹൻലാലിന് ഭ്രാന്ത്, ഒരു പട്ടാളക്കാരന് ഡേറ്റ് കൊടുത്തിരിക്കുന്നു. ഇപ്പോഴേ കുറേ പടങ്ങൾ എല്ലാം ഫ്ലോപ്പായിട്ട് കിടക്കുന്നു. അതിൻ്റെ കൂടുതൽ ഇയാൾക്ക് ഡേറ്റ് കൊടുത്തിരിക്കുന്നു. ഇതൊക്കെയാണ് പ്രൊപ്പഗണ്ട നടക്കുന്നത്. ഇതിൻ്റെയൊക്കെ ബൗൺസിങ് വരുന്നത് എവിടെ നിന്നാണ്? ഇത് നമ്മുടെ കാതിലെത്തുന്നത് ഇവർ ത്രൂ ആണ്. അപ്പോൾ അവർ നമുക്ക് എന്തെങ്കിലും അസുഖം പിടിക്കുന്നു അല്ലെങ്കിൽ ഇത് വരുന്നു. ഞാൻ കീർത്തിചക്ര ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ചിക്കൻ ഗുനിയ ആദ്യം 2006 ഇവിടെ ഇന്ത്യയിലൊക്കെ ആരും കേട്ടിട്ടില്ല. അപ്പോഴാണ് ചിക്കൻ ഗുനിയ എനിക്ക് അടിക്കുന്നത്. കാലത്തെഴുന്നേറ്റ് അവിടെ തൊടാൻ വയ്യ ഇവിടെ തൊടാൻ വയ്യ. അന്ന് എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട്. സായികുമാറിൻ്റെയും തമിഴ് വേർഷൻ പ്രകാശ് രാജിൻ്റെയും ആ ഓഫീസിലുള്ള സീക്വൻസ്. ഇവർ രണ്ടും കത്തി നിൽക്കുന്ന സമയമാണ് ഇവരുടെ ഡേറ്റ് കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടിനെയും കൂടെ ഒരുമിച്ചിട്ട് ഒറ്റ ദിവസം കിട്ടിയിരിക്കുന്നു. കാലത്ത് എഴുന്നേക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ എഴുന്നേറ്റ് പോയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വേറൊരാളെ വണ്ടി ഓടിക്കാൻ വിളിച്ച് വണ്ടി അവിടെ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ പതുക്കെ അവൻ്റെ അടുത്ത്, അരുണിൻ്റെ അടുത്ത്, ഈ ഗരുഡയുടെ ഡയറക്ടർ, അവനായിരുന്നു എൻ്റെ ഫസ്റ്റ് അസിസ്റ്റൻ്റ്. ഞാൻ അവരുടെ ഒന്ന് താഴത്തേക്ക് പോയിട്ടോ എന്നൊന്ന് പിടിക്കേണ്ടി വരുന്നത്. അങ്ങനെ ഇവർ ലിറ്ററലി എടുത്തിട്ടാണ് എന്നെ ലിഫ്റ്റ് കൊണ്ടുപോയിട്ട്. അപ്പോൾ അവരിങ്ങനെ നോക്കാം, എന്ത് പറ്റി സാർ? ഞാൻ പറഞ്ഞു എടാ എടുക്കുന്ന നീ തൊടുന്നിടത്തൊക്കെ വേദനിക്കുന്നു എന്നുള്ളത്. അങ്ങനെ അവിടെ കൊണ്ടിട്ട് എന്നെ ചെയറിൽ ഇരുത്തുകയാണ്. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, തൊണ്ട മുഴുവൻ വേദന. ഈ ചിക്കൻ ഗുണി എന്താണെന്നുള്ള ആർക്കും അറിയില്ലായിരുന്നു, ഇത് എന്താണ് സംഭവം എന്നുള്ളത്. അങ്ങനെ ആ സമയത്ത് ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. സായി കുമാറിൻ്റെ പോർഷൻ, മലയാളം പോർഷൻ ഷൂട്ട് ചെയ്ത് ഉച്ചയ്ക്ക് ശേഷം പ്രകാശ് രാജ് വരും. അപ്പം അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചൗധരി സാർ കയറി വന്നു, ഫുൾ ജിങ് ബാങ്ങോട് കൂടിയിട്ട്. അങ്ങനെ വന്നപ്പം വേൽരാജായിരുന്നു ഷൂട്ട് ചെയ്തത്, തിരുവില്ല. വേൽരാജിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, വേൽ ഈ ആംഗിൾ വിട്ടേക്ക്, അവിടെ നിന്നുള്ളത് നീ ഇവിടുന്നും അവിടെ നിന്ന് എല്ലാം അതെല്ലാം വെച്ചു, പക്ഷേ ഇങ്ങോട്ട് എന്നെ ഇനി ഇവിടുന്ന് എഴുന്നേൽപ്പിക്കരുതെന്ന്. കാരണം ഞാൻ ഈ ചെയറിൽ അവിടെ റൂമിനകത്ത് ഞാൻ മൈക്ക് വാങ്ങിച്ചു. മൈക്കിൽ പറയുന്ന പോലും കേൾക്കില്ല. അങ്ങനെയാണ്. ഓക്കെ സ്റ്റാർട്ട് ക്യാമറ,
വർത്തമാനം പറയാൻ പറ്റുന്നില്ല, അത്രയും കണ്ണൊക്കെ ചുവന്നിരിക്കുന്നു. ചൗധരി സാർ ഇവിടെയൊക്കെയാണ് നമ്മൾ ചില സമയത്ത് നമ്മൾ എന്തുകൊണ്ട് ഒരു പ്രൊഡ്യൂസർ നിങ്ങളുടെ ഗോഡ് ഫാദർ ആണെന്നുള്ളത് പറയാൻ ഉള്ള കാരണം ചൗധരി സാറിനെ കൊണ്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം കയറി വന്ന് എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് എല്ലാം നോക്കി. അപ്പം ഞാൻ എഴുന്നേൽക്കുന്നില്ല. അപ്പം അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ മൈക്കിൽ തന്നെ, സാർ എഴുന്നേൽക്കാൻ മുടിയാതെ, അപ്പുറമല്ല ഉക്കാറങ്ങാന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം മൈക്കിലാണ് ഈ പറയുന്നത്. കാരണം മൂപ്പര് എടുത്ത് വന്നിരുന്നു. അപ്പോൾ നമ്മൾ ഓക്കെ സൈലൻസ്, സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ ഇതൊക്കെ പറയുമ്പോൾ ഒരു ശബ്ദവും വരുന്നില്ല. അപ്പം ഇങ്ങനെ നോക്കുന്നുള്ളൂ. നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഷോർട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഡേയ് பேக்கப் பண்ணுங்க. டேரக்டர் உடம்பு சரியில்லை, அவர் வந்து ஏன் எங்கள் படம் அப்போ മൂപ്പരുടെ ഓഫീസ് നേരെ വന്നിട്ട് അവനിട്ടൊരു 4 കൊട്ട്. ഇങ്ങനെയാണോ ഡയറക്ടർ വെച്ചിട്ട് പണി വാങ്ങിക്കുന്നത്? മറ്റോ കൊണ്ടാണോ അവരെ ഷൗട്ടിങ്. എനിക്കും ഷൗട്ട് ചെയ്യാൻ പറ്റില്ല സാർ. അതങ്ങൾ കരഞ്ഞിട്ട് അവിടെ നിന്ന് പോയത്. മൂപ്പരെ കണ്ണൊക്കെ വന്നു. അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പം ഈ ഷൂട്ട് നമ്മൾ കാലത്ത് ചെയ്തിട്ടില്ല, അതേതിൽ പ്രകാശ് രാജിനെങ്കിൽ പിടിച്ചിരുത്തിയാൽ മതി. അപ്പം കുറച്ച് നേരം മുന്നേ പ്രകാശ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മേജർ ഞാനെല്ലാം കണ്ടു, അതേ ആംഗിളും വേലായനും അറിയാം, നിങ്ങൾ പൊയ്ക്കോ. അങ്ങനെ 1-2 ഷോട്ട് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായത് കറക്റ്റ് അതേ പറഞ്ഞാണ്. അങ്ങനെ എന്നെ പിടിച്ച് പിന്നെയും വണ്ടിയിലിട്ട് ഞാനങ്ങ് പോകും. പക്ഷെ അവിടേക്കാണ് നമ്മൾ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള വ്യക്തിയുടെ പേഴ്സണൽ ബന്ധങ്ങൾ, അതല്ലേ ഈ വീടിൻ്റെ ഹൗസ് വാമിങ്ങിന് അദ്ദേഹം ഭാര്യയും കൂടെ ഇവിടെ വന്നു. മമ്മൂക്ക് ഇവിടെ മുകളിലിരിക്കുകയായിരുന്നു. മമ്മൂക്ക് ഇരുന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ അവിടെ ആയിരുന്നു നമ്മൾ ഡൈനിങ് ഒക്കെ വെച്ചിരുന്നു. മമ്മൂക്ക് എഴുന്നിട്ട് എൻ്റെ അടുത്ത്, അതെ നമ്മുടെ ചൗധരി സാറിനെ പോലെ ആളവിടെ ഇരിക്കുന്നില്ല. ഞാൻ സാർ ചൗധരി സാറാണെന്ന്. അപ്പോൾ ചൗധരി സാർ അവിടെ നോക്കുന്നുണ്ട്. ചൗധരി സാർ കൈ കാണിച്ച്, മമ്മൂക്കയും കൈ കാണിച്ച്, ആര് ചൗധരി സാറാണ്. ചൗധരി സാർ ഒരു സ്ഥലത്ത് പോവില്ല എന്നുള്ള ഈ പരിപാടി എന്ന് പറഞ്ഞാൽ കേരളത്തിലേക്കൊക്കെ വരാം, അതും ഭാര്യയും കൊണ്ടുവന്നിരിക്കും. അങ്ങനെ മമ്മൂക്ക് ഇവിടുന്ന് ഇറങ്ങി ഓടി, അദ്ദേഹം അവിടെ നിന്ന് ഇവിടെ താഴ്ത്തി വെച്ചിട്ട് ഒരു മീറ്റ് ചെയ്തു. ഇതാണ് ചൗധരി സാർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പടം കഴിഞ്ഞിട്ട് മൂപ്പർ പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ അടുത്ത് പല പുതിയ ഡയറക്ടേഴ്സ് വന്നിട്ടുണ്ട്, എല്ലാം ഇത്ര ബഡ്ജറ്റിൽ ഇത്ര ദിവസം തീർക്കാമെന്ന് പറയും, ഒരൊറ്റ എണ്ണം രണ്ടും ചെയ്യില്ല. നിങ്ങൾ മാത്രമാണ് എൻ്റെ അടുത്ത് 10 ലക്ഷം രൂപ കുറച്ച് ചെയ്ത് പറഞ്ഞ സമയത്തിനേക്കാൾ 1 മാസം മുന്നേ എനിക്ക് പടവും കൈ തന്നത്. ഞാൻ ഇപ്പോൾ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ റിലീസിന് അന്തം വിട്ടു. രമ്യനെ വിളിച്ച് പറഞ്ഞു ഇത് പടം റെഡിയായി എന്ന് പറഞ്ഞത്. പിന്നെയാണ് ഡേറ്റുകളൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു നന്ദി സൂചകം. മൂപ്പർ പറഞ്ഞൊരു കാര്യമാണ്, ഏതെങ്കിലും പടം ചെയ്യണമെങ്കിൽ പൈസ എൻ്റെ അടുത്ത് വന്ന് വാങ്ങിച്ചിട്ട് പോയിക്കോന്നു, ചോദിക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്തായാലും അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. താങ്ക് ഗോഡ്. ആ സമയത്ത് ഞാൻ എന്താ നമ്മൾ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ, ഇത്രയും ബാക്ക് ബൈറ്റിങ് വരുന്ന സമയത്തെല്ലാം സ്വിച്ച് എന്നെ വിളിക്കുമായിരുന്നു, സംസാരിക്കുന്നു, എങ്ങനെയുണ്ട്, നമ്മൾ സുഖമില്ല, അതില്ല, പ്രശ്നമില്ല, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ലാലിന് മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു. ഈ സമയത്ത് ലിസി എന്നെ വിളിച്ച് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും പിന്നെ ഞാൻ വീട്ടിലെത്തുന്നതിന് മുന്നേ ആ സർക്കിളിൽ, കോയമ്പേട് സർക്കിളുണ്ട്, അവിടെ ഇരുന്ന് രാത്രിയിൽ വെള്ളം എടുത്ത് മുഖമൊക്കെ കഴുകി കണ്ണൊക്കെ റെഡിയാക്കിയിട്ടാണ് വീട്ടിൽ പോകുന്നത്. പലപ്പോഴും വിളിച്ച് പോയപ്പോൾ കണ്ണൊക്കെ അതിന് ചുവന്നിരിക്കും. നമ്മളവിടെ കുറേ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്, എന്താണെങ്കിൽ എന്തെന്നും പറഞ്ഞിട്ട് എങ്ങനെ അത് തീർക്കും, ഇത്രയും ആൾക്കാർ ഇതിൻ്റെ എഗൻസ്റ്റ് എന്തിനാന്നുള്ളൊരു തോന്നൽ. അവിടെയാണ് നമ്മൾ സക്സസ് വരുന്ന സമയത്ത് ദെൻ യു ആർ എ ഡിഫറെൻറ്റ് ടാൻജൻറ്റിലാണ്. പിന്നീട് ഇവർക്കെല്ലാം ഉത്തരം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, അത് സിനിമ കൊടുത്തു. അപ്പം നമ്മൾ ഭവ്യത കുറച്ചുകൂടെ കൂട്ടും. അതാണ് അപ്പോൾ നമ്മൾ അഹങ്കരിച്ച ഫിനിഷ്. അതെ. പക്ഷെ അവാർഡ് കൈ കിട്ടുമ്പോൾ, സ്റ്റേറ്റ് അവാർഡ് കൈ കിട്ടുക എന്ന് പറയുന്നതും ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. ഒരിക്കലുമില്ല. അത് മലയാളം 10ാം ക്ലാസ്സിൽ മലയാളം തോറ്റ വ്യക്തി. അപ്പോൾ എൻ്റെ മലയാളം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. ആ ആള് മലയാളത്തിൽ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് സ്റ്റേറ്റ് അവിടെ തിരക്കഥ എല്ലാ വർഷവും കൊടുക്കുന്നില്ല. അങ്ങനെയുള്ള സമയത്ത് മാത്രമാണ് അന്നൊക്കെ കൊടുക്കില്ലായിരുന്നു. ചില സമയത്ത് തിരക്കഥ ശരിയില്ലെങ്കിൽ കൊടുക്കില്ല. അന്നൊക്കെ MT സാറൊക്കെ വാങ്ങിച്ചിട്ടുള്ള സാധനം, ഈ സാധനമാണ് നമ്മൾ പോയിട്ട് തിരക്കഥയ്ക്ക് ഗ്രേറ്റ് ഫീലിംഗ് ആണ്. വേറൊരു സംഭവമല്ലേ. പിന്നെ കിടുവാണ് ഈ മനുഷ്യൻ്റെ ഒരു പട്ടാള ജീവിതം ഉള്ളപ്പോഴും ഒരു മനുഷ്യൻ എന്നുള്ള അവസ്ഥകളിൽ പലതിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും. വയ്യാതാവുമ്പോൾ, ഇപ്പോൾ കിഡ്നിയുടെ അസുഖം വരുമ്പോൾ തന്നെ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ സമയത്തൊക്കെ ഒരു മനുഷ്യന് ആവശ്യമുള്ള പല ഘട്ടങ്ങളുണ്ടല്ലോ. ആ ഒരു മേജർ രവിയെ ഒന്ന് പറയാവോ? മൂപ്പർ അങ്ങനെ വിട്ടു തരില്ല. അപ്പോഴും വിട്ടു തരില്ല. ഹി വിൽ നോട്ട് ലെറ്റ് യു ഫീൽ ദാറ്റ് ഡിപെൻഡന്റ് ഫീലിംഗ്. ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യും ടു കെയർ ഫോർ ഹിം.
പക്ഷെ മൂപ്പർക്ക് അത് പുറമേന്ന് എടുക്കും. പുറമേന്ന് ഒരാള് അത് ഒരു വാക്കായിട്ടോ വേർഡ്സ് ആയിട്ടോ പറഞ്ഞാൽ ഹി അക്സെപ്റ്റ്സ് ഇറ്റ് മച്ച് ബെറ്റർ. പക്ഷെ നമ്മൾ കാണിക്കുമ്പം അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇറ്റ് എന്ന് വിചാരിച്ചിട്ട് ഹി ജസ്റ്റ് മൂവ്സ് ഓൺ ഈസ് വാട്ട് ഐ ഓൾവേസ് ഫെൽറ്റ്. ഇപ്പം ഞാൻ എത്രയും ട്രൈ ചെയ്തിട്ടും ആ ഒരു ആസ്പെക്റ്റിൽ ഐ ഹവ് ഓൾവേസ് സീൻ ദറ്റ് ഉണ്ണി രവിയേട്ടൻ കാണിക്കില്ലായിരിക്കും അത്, ദറ്റ് യുനോ ഷീ ഈസ് ലുക്കിംഗ് ആഫ്റ്റർ മീ. അപ്പോൾ അവിടെ അത് ഏതോ ഒരു ഘട്ടത്തിൽ അത് പതുക്കെ ഡൈല്യൂട്ട് ആവാൻ തുടങ്ങി, വിച്ച് ഇസ് വെരി ഹേർട്ടിങ് നൗ. എന്താ വെച്ചാൽ അത് അക്സെപ്റ്റൻസ് എന്ന് വെച്ചാൽ മൂപ്പർ അങ്ങനെയാണ്, യു ഹാവ് ടു അക്സെപ്റ്റ് ഹിം ലൈക്ക് ദാറ്റ് എന്നുള്ളൊരു ഫീലിംഗിലാണ് ഇപ്പോൾ മുന്നോട്ട് പോണത്. സോ ഹീ ഡസ് നോട്ട് വോണ്ട് ടു. പക്ഷേ ഒത്തിരി ഞാൻ സ്ട്രഗിൾ ചെയ്തു ദറ്റ് 3.5-4 months. അപ്പോൾ ആ കിഡ്നി ട്രാൻസ്പ്ലാന്റ് സമയത്ത് ഐ റിയലി വെന്റ് ത്രൂ എ വെരി ഡിഫിക്കൽട്ട് ഫേസ് ബിക്കോസ് ദാറ്റ് വാസ് എ കൊറോണ ഫേസ്. അപ്പം നമുക്ക് മൂപ്പരുടെ ഇവൻ ദ ഡിയറസ്റ്റ് ഫ്രണ്ട്സ് കുഡൻ കം ക്ലോസർ. അപ്പോൾ പിന്നെ ഐ ഹാഡ് ടു ബി എ ഡിയർ പാർട്ട് ഓഫ് ഹിം. That was the only selfish part which I enjoyed in my life is that struggle ചെയ്തു, ഒത്തിരി കരഞ്ഞു, മൂപ്പർ കാണാതെ ഒത്തിരി കരഞ്ഞു. ബിക്കോസ് ഹി ലോസ്റ്റ് ഹിസ് വെയിറ്റ്, ഹി ലോസ്റ്റ് എവറിത്തിങ്. ഈ ആളല്ലായിരുന്നു ആ ഒരു 2.5 മാസം. ഞാൻ എൻ്റെ ഒരു പേടി എന്ന് വെച്ചാൽ ഇഫ് ഹി ഈസ് ഗോയിങ് ടു ഗോ ലൈക്ക് ദിസ്, ഒരു സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ വിൽ ബി ഏബിൾ ടു അക്സെപ്റ്റ് ഇതിങ്ങനെ മാറൂലേ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയും. ഇതെന്താ ഇതിങ്ങനെ, വൈ ഓൺലി ദിസ്, വൈ ആം നോട്ട് പുട്ടിങ് ഔട്ട് വെയിറ്റ്, അങ്ങനത്തെ ഒരു ഫേസ് ആയിരുന്നു അത്. അപ്പോൾ ആ സമയത്ത് ഞാൻ അതൊക്കെ മാറി വേട്ടെ, ഇതൊക്കെ പ്രശ്നമൊന്നുമില്ല, ഇപ്പോൾ ലുക്സിലൊന്നും വലിയ കാര്യമൊന്നുമില്ലല്ലോ, യു ഹാവ് ദ എനർജി ടു കം ഔട്ട്, ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നല്ല. അത് ഈസ് നെവർ സീൻ മി ക്രൈം. അത് കണ്ടത് എൻ്റെ അവിടെ ഒരു വീട്ടിലൊരു പണിക്കാരനുണ്ട്. അത് രാത്രി മൂപ്പർ ഉറങ്ങിയതിന് ശേഷം ഞാൻ പോയിരുന്നു കുറേ കരയും. ബിക്കോസ് ഇത് എവിടെ വെന്റ് ഔട്ട് ചെയ്യും എനിക്ക് അറിയില്ല. ഇതിൻ്റെ നെക്സ്റ്റ് കോൺസിക്വൻസ് ഇനി നാളെ എന്താണെന്ന്. ഒരു പ്രാവശ്യം മരുന്ന് കഴിക്കുന്നു, അങ്ങനെ ഡ്രോപ്പ് ഡൗൺ ചെയ്യുന്നു, വീഴുന്നു, കഴിക്കുന്നു, മുറിവ് വരുന്നു, ഒന്നും മനസ്സിലാവാത്തൊരു ഫേസ് ആയിരുന്നു അത് 2.5-3 months. പക്ഷേ അതൊരു കഴിഞ്ഞ ഫേസ്. കാലെന്നൊന്ന് ഉറച്ചോ ഈ മനുഷ്യർ ഓടിപ്പോയി, പിന്നെ മറന്നു. പിന്നും പറയണത് എന്താണ്, എന്റെ കൂടെ എന്റെ ഫ്രണ്ട്സ് നിന്നു, എന്റെ കൂടെ എന്റെ ഫ്രണ്ട്സ് ആണല്ലോ. ഐ ഡു അഗ്രി, വി ഹാഡ് എ വെരി ഗുഡ് സെറ്റ് ഓഫ് 2 friends. പക്ഷേ എന്റെ പേര് അപ്പോഴും ഞാൻ സെൽഫിഷ് ആണ് കേട്ടോ, ഐ മൈറ്റ് ബി സെൽഫിഷ്. അപ്പോഴും ഞാൻ വിചാരിച്ചു ഒരു ഇന്റർവ്യൂവിൽ പോലും ഓ മൈ വൈഫ് ഡിഡ് ലോട്ട് ഇന്ന് വരെക്കും പറഞ്ഞിട്ടില്ല. ആ സമയത്ത് പക്ഷേ കൂടെ ഒരാളെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും പിന്നെ ഭാര്യയല്ലേ, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇറ്റ്. ഇതാണ് മൂപ്പന്റെ ഒരു കോൺസെപ്റ്റ്. ഇച്ചിരി അപ്രീഷിയേറ്റ് ചെയ്തൂടെ, അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അഡ്മിറ്റ് ചെയ്തൂടെ? ഈ സമയത്ത് പോലെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ അറിയുന്നുണ്ട് ഈ സിനിമാ ഫീൽഡില് പുതിയ വലിയ നടനാണെന്നൊക്കെ പറഞ്ഞ് വന്ന് അതുപോലെ പേരുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്നവർ, അയാളെ വെച്ച് അയാളെ കഥ വല്ലതും പറ്റുമെങ്കിൽ എടുത്തേക്ക്. അയാളഞ്ഞ് കിഡ്നിയൊക്കെ പോയിരിക്കുന്നത്, കിഡ്നി പോയിട്ട് നമ്മൾ എവിടെയെല്ലാം ഏതെല്ലാം മല കയറിയിരിക്കുന്നു എന്നുള്ളത് ഇവർക്ക് അറിയില്ല. കാരണം ഒന്നാമത് അവർ മനസ്സിലാക്കണം, അവരെല്ലാം മേജറായി. മേജറുടെ ജീൻസ് എന്ന് പറയുന്നത് വേറെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ എൻ്റെ കിഡ്നി എല്ലാം ഇനി ലിവർ മാറ്റിയിട്ട് ഞാൻ ഇതുപോലൊക്കെ തന്നെ ഇരിക്കും. ഞാൻ കോൺഫിഡൻസ്, ആ കോൺഫിഡൻസ്. പക്ഷെ ആ കോൺഫിഡൻസ് വരുത്തിയ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. പരാതി പറഞ്ഞു, പരാതികൾ ഉണ്ടായിരിക്കാം, മോനെ. ഞാൻ പറയുന്നത് എൻ്റെ എന്താണെന്ന് വെച്ചാൽ ഞാൻ കാരണം ഒരാൾ സഫർ ചെയ്യരുത്, എന്നെ ശുശ്രൂഷിച്ചു, എന്നെ അത് ചെയ്ത് എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ്. ഒറ്റപടി ടബാക്ക് എന്ന് പറഞ്ഞാൽ അത് ഹാർട്ട് അറ്റാക്കോ എന്താണെങ്കിലും അങ്ങനെ മരിച്ചു പോകണം. അമ്മ ഇതിനുള്ള ഭാഗ്യവതിയായിരുന്നു. അച്ഛൻ 1 മാസം മറ്റേ കിടന്നിട്ടുള്ളൂ. പക്ഷെ അമ്മ ഒറ്റടിക്ക് പോയി, ഒരു ഹാർട്ട് അറ്റാക്കും ഇതുമായിട്ട്. അമ്മ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു, മറ്റൊരാൾ എന്നെക്കൊണ്ട് ശല്യമാവരുത്. ഇവിടെ ഇതുപോലെ തന്നെയായിരുന്നു. അപ്പം എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. അതിപ്പോൾ ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, ഞാനും അറിഞ്ഞില്ല. ആളെ വെച്ച് പടം ചെയ്യരുത് കേട്ടോ, അയാൾക്ക് ഹാർട്ട് അറ്റാക്കും ഉണ്ട്, കിഡ്നി മാത്രമല്ല. എന്നിട്ട് ഞാൻ പടം ചെയ്യണം ഒറ്റയ്ക്ക്. അപ്പോൾ അത് വന്നിട്ടും കൂടെ ഇവർക്കൊന്നും എന്നെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇവിടെ ഞാൻ സി ഓഫ് ചെയ്തു. അതിന് മുന്നേ ഞാനെന്താ 200 കിലോമീറ്റർ ലോനാവാലയിൽ നിന്ന് വണ്ടി ഓടിച്ച് വരുമ്പോൾ തന്നെ ആ ഗാർഡ്സിൽ എനിക്ക് ചെസ്റ്റ് പെയിൻ തുടങ്ങി. ഇവിടെ ഞാനും കൂടെ വണ്ടി ഓടിച്ച് വരാം. എൻ്റെ കസിൻ്റെ വണ്ടി ഞങ്ങൾ ബോംബെയിൽ നിന്ന് എടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ ഒരു ഗെറ്റ് ടുഗദറിന് പോയത്. സ്കൂൾ ഓഫ് ആർട്ടിലറി, ഞങ്ങളുടെ ആർട്ടിലറി ഓഫീസേഴ്സിൻ്റെ ഗെറ്റ് ടുഗദറായിരുന്നു. തിരിച്ച് വരുമ്പോൾ തുടങ്ങി. അപ്പം ഇങ്ങനെ ഇടിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്, ഗിയർ മാറ്റേണ്ട ആവശ്യമില്ല. അന്ന് അവിടെ കിടന്നു ധാനയിൽ. പിറ്റേ ദിവസം ഇവൾക്ക് ചെന്നൈയിൽ പോകണം, എനിക്ക് കൊച്ചിക്ക് വരണം. ഇവളെ 43 എൻ്റെ 45 ലാസ്റ്റ് ഗേറ്റ്. ഇവിടെ പറഞ്ഞു വിട്ടു. ഞാൻ ഇപ്പുറത്തൂടെ അപ്പുറത്തേക്ക് കയറി ചെല്ലുമ്പോൾ നടക്കുമ്പോൾ തന്നെ വേർക്കാൻ തുടങ്ങി പെട്ടെന്ന്. അപ്പോൾ ഞാൻ ഷുഗർ പോയി കാണുന്നു, വേദനയുണ്ടല്ലോ, ഷുഗർ ഡൗൺ ആയിരിക്കുന്നു. നേരെ അവിടെ കോഫി ഷോപ്പിൻ്റെ അവിടെ പോയി ഷുഗർ വാരി കുറേ വായനിട്ടു. വേർപ്പ് നിൽക്കുന്നില്ല, ഇടിയുണ്ട്.
പക്ഷെ ഞാൻ അവിടെ പോയിട്ട് കൗണ്ടറിൽ പോയിട്ട് ഇടിയും വേർപ്പൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവന്മാർ എന്നെ ഡൗൺലോഡ് ചെയ്യും. ചെയ്താൽ ഞാൻ ബോംബെയിൽ ഏതെങ്കിലും ഹോസ്പിറ്റലാവും. എൻ്റെ ടാർഗറ്റ് അമൃതയിൽ ഇവിടെ എത്തുക എന്നുള്ളതാണ്. അവിടെ ഇരുന്ന് കൗണ്ടർ കയറേണ്ടി ആയിരുന്നു. ചെന്ന വഴിക്ക് അകത്ത് കയറ്റി ഇരുത്തിയ വഴിക്ക് ഞാൻ ബിസിനസ് ക്ലാസ് ആയതുകൊണ്ട് അവരോട് ഞാൻ പറയും, എന്നെ ശല്യം ചെയ്യരുത്, നീ ഒന്നും വേണ്ട, ഒരു ഗ്ലാസ് ചൂടുവെള്ളം തരൂ ഇപ്പം തന്നെ, അത് കഴിഞ്ഞിട്ട് ഐ ജസ്റ്റ് ഗോ ടു സ്ലീപ്പ് എന്ന്. വേർക്കുന്നുണ്ട്, ഇതെല്ലാം തുടയ്ക്കുന്നുമുണ്ട്. ഈ കുത്തൽ അവരില്ലാത്തപ്പോൾ കുത്താൻ തുടങ്ങും. അങ്ങനെ അവർ വെള്ളം തന്ന് ഞാൻ ബെഡൊക്കെ സീറ്റൊക്കെ ഒന്ന് റെഡിയാക്കി സ്റ്റാൻഡ് ചെയ്തു ഉറങ്ങിപ്പോയി. ഒരാരും എന്നെ എന്താ അറിയില്ല, ആ റോസ്റ്റസ് എന്നെ ശല്യം ചെയ്തില്ല. ഇറങ്ങുമ്പോഴാണ് പിന്നെ ഞാൻ അറിയുന്നത്, ടെസ്റ്റ് ഡൗൺ ചെയ്യുമ്പോൾ കൊച്ചിയിലെത്തിയപ്പോഴാണ്. അപ്പോൾ ഈ പ്രഷറിൽ എനിക്ക് തോന്നുന്നു എന്തോ കുഴപ്പമില്ലാതെ വേദനയില്ലാതെ കിടന്ന് ഉറങ്ങിപ്പോയി. ഇവിടെ വന്നിറങ്ങിയപ്പോഴുണ്ട് ഒരു പുതിയ ഡ്രൈവറിനെ പറഞ്ഞയച്ചിരിക്കുന്നു. ഇവൻ എന്നെ കണ്ട വഴിക്ക് തന്നെ മേജർ രവി കണ്ടിട്ട് പേടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നു. ഞാൻ ഇവിടെ പണ്ടാരം ഒന്ന് പെട്ടെന്ന് എടുക്കാൻ മൃതയിലിരിക്കുന്നു പറഞ്ഞു. ഇല്ല, അത്താണി എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു മാറിക്കിടാണത്. ഞാൻ കയറി സ്റ്റിയറിംഗ് കയറിയിരിക്കുന്നു. ഒരു കയ്യിൽ സ്റ്റിയറിങ്, ഒരു കയ്യിൽ നെഞ്ചത്ത് ഇടിച്ചുകൊണ്ട്. അപ്പോഴത്തേക്കും ഈ ഫ്രണ്ട്സിനെ വിളിച്ചു. ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, മറ്റേ ഇവിടെ ഇല്ല, മദ്രാസിലാണ്. അവന്മാര് നടുക്കൊരു ചെറിയ ഗ്യാപ്പ് വന്നു. ഞാൻ സാധാരണ വിളിക്കാറില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ യാത്രയിൽ വി ഡോണ്ട് കോൾ ഈച്ച് അതർ. അത് ഞങ്ങൾക്ക് കുട്ടിക്കാലത്ത് ഒരു വഴക്കുണ്ടായി. യു ആർ ക്രോസ് ചെക്കിംഗ് വേർ ഐ എം വാട്ട് ഐ എം ഡൂയിങ് എന്നൊക്കെ പറഞ്ഞൊരു സംസാരം ഉണ്ടായതിനു ശേഷം വി ജനറലി ഡോണ്ട് കോൾ ഈച്ച് അതർ വെൻ വി ആർ ട്രാവലിംഗ്. പക്ഷെ അന്ന് ബിക്കോസ് ഹി വാസ് നോട്ട് വെൽ, ഞാൻ ഫ്ലൈറ്റിൽ ഇരുന്നതിന് ശേഷം ഞാൻ വെറുതെ ട്രൈ ചെയ്തു. 2 പ്രാവശ്യം ട്രൈ ചെയ്തു, 3 പ്രാവശ്യം ട്രൈ ചെയ്തു, ഫോൺ എടുക്കണില്ല. അപ്പോൾ കുറച്ച് പേടി തോന്നി. ഞാൻ ഉടനെ ബിയോജിനും വിനോദ്, ദേ ആർ ഗുഡ് ഫ്രണ്ട്സ്. അപ്പോൾ അവരെ വിളിച്ചു. ഞാൻ പറഞ്ഞു, മോനെ അങ്കിൾ ഇസ് നോട്ട് കീപ്പിംഗ് വെൽ, ദർ ഇസ് സം ഇഷ്യൂ. ഇപ്പോൾ ഒരു ഫോണും എടുക്കണില്ല. സോ ഇറങ്ങിയ ഉടനെ ഒന്ന് ദയവ് ചെയ്ത് മേക്ക് അറേഞ്ച്മെന്റ്സ് ടു ടേക്ക് ഹിം ടു അമൃത. ബിക്കോസ് ഞാൻ ചെന്നൈയിൽ വരെയാണ്, ചെന്നൈയിൽ അമ്മയുടെ അടുത്ത് വരെയായിരുന്നു. തിരിച്ച് ഈ കോൾ ബിക്കോസ് 4 ഫോൺ കോൾ ഈസസ് ഐ എം സ്ലൈറ്റ്ലി ഫീലിംഗ് അൺഈസി. ഞാൻ രവിട്ട് അവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്, യു പ്ലീസ് ഗോ ടു ദ ഹോസ്പിറ്റൽ. വേറെ ഏതോ ഫംഗ്ഷനും കൂടെ ഉണ്ടായിരുന്നു ഒന്ന്. അപ്പോൾ അതിന് പോകാൻ നിൽക്കേണ്ട രവിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞു. ദെൻ ഓൺവേർഡ്സ് ഹി വിൽ ടൈം. അപ്പോൾ ഇവിടെ വന്ന് അത്താണി എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ മാറിക്കിടാന്ന്. അങ്ങനെ നമ്മൾ ഹാമ്പർ ലൈറ്റ് ഇട്ട് ബ്ലിങ്കർ ഇട്ട് ഹോൺ മേടിച്ചിട്ട് ഞാൻ ഈ വണ്ടി ഓടിക്കണം എന്നെക്കൊണ്ട് പറ്റുന്ന സ്പീഡിൽ. വേദന, നല്ല വേദനയുണ്ട്. അവിടെ എത്തിയപ്പോൾ നമ്മുടെ അമ്പിളിച്ചേട്ടൻ വരുന്ന പോലെ ഞാനത് കിടക്ക് ഇപ്പം ശവമാവും നിലവിളി ശബ്ദം ഇടുമെന്നും പറഞ്ഞിട്ടാണ് വണ്ടിയോടെ കൊണ്ടത്. അവിടെ നിൽക്കുന്നുണ്ട്. സ്ട്രെച്ചർ എല്ലാം റെഡിയാക്കിയിട്ട് അവർ നിർത്തിയിട്ടുണ്ട്. വണ്ടിയോടെ ചവിട്ടിയോടെ നിർത്തി ചാടി ഇറങ്ങി അതിന് മുകളിൽ കിടന്ന് ഇനി നിങ്ങളെ ഞങ്ങളുടെ പാടായി. അവർ തള്ളിക്കൊണ്ട് ഇതെടുത്ത് എല്ലാം നോക്കി. ഒരു പ്രശ്നമില്ല. ECG, എക്കോ പിക്കോ എല്ലാം നോക്കി, ഒരു പ്രശ്നമില്ല. പിന്നെ ഇപ്പോൾ ഒരു പുതിയ സംഭവം തുടങ്ങിയിട്ട് ബ്ലഡ് എടുക്കൽ, ഡോപ്ലർ ടെസ്റ്റ് എന്ന് എന്തോ പറയുന്നത്, അതിലാണ് പോസിറ്റീവ് കണ്ടത്. അപ്പോൾ ഇവള് കാലത്ത് എത്തി ലാൻഡ് ചെയ്ത് അങ്ങനെ കാലത്ത് തന്നെ ആൻജിയോഗ്രാമിന് കയറ്റി. ആൻജിയോഗ്രാം അകത്തൂടെ കയറ്റിയിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ വിപിൻ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യണം കേട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു എൻ്റെ പട്ടി ചെയ്യാൻ കേട്ടാന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ യൂസ് ചെയ്ത വേർഡ്. അപ്പോൾ ഡോക്ടർ എന്നെ നോക്കിയിട്ട് ഞാൻ വൈഫിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വരാം. പാവം ഇപ്പോഴും എന്നെ വിളിച്ചിട്ട് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യാൻ വരണം കേട്ടാന്നൊക്കെ പറയുന്നത്. വരാ പോയി ബിയോജും ബിനോജും ഇവിടെ എല്ലാം ഉണ്ട്. ഇവരെല്ലാം യുനാനിവേഴ്സിറ്റി പറഞ്ഞു അതിനെ ഓപ്പൺ ആയിട്ട് ചെയ്തിട്ടൊരു കാര്യമില്ല, കിടക്കില്ല എന്ന്. നിങ്ങൾ വേറെ വല്ലതും നോക്കിയോ. അങ്ങനെ ഇയാൾ പോകുമ്പോൾ ഞാൻ പറയും ഭാര്യയോട് പോകുന്നത് അവളെ എസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് കിടത്തേക്ക് കേട്ടോ, അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഇതൊക്കെ കോമഡി അടിക്കാണ് ഇവിടെ. അപ്പം 5 ബ്ലോക്കാണ് ഇതിൽ, വേദനയുണ്ട്, ഇതിനകത്ത് സാധനം കിടപ്പുണ്ട്. അങ്ങനെ അദ്ദേഹം വന്ന് 3 സ്റ്റണ്ട് ഇട്ടു. അപ്പോൾ ഇട്ടപ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒന്നും നല്ല ബ്ലോക്കായിരുന്നു തോന്നുന്നു. അതിനുള്ളിലോട്ടം കയറിയിട്ട് അതിങ്ങനെ ബൾജ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞ് മൂപ്പര് പറഞ്ഞു ഇനിയൊരു 2 മാസം കഴിയുമ്പോഴത്തേക്കും യു ഷുഡ് കം ആൻഡ് ചെക്ക് ഇറ്റ്, ബാക്കി 2 കൂടെ നമുക്ക് ഇടാമെന്ന്. 2 മാസമല്ല. പിന്നെ അപ്പം ഇത് കഴിഞ്ഞിട്ട് എന്ത് പറ്റി, 10-ാം തീയതിയാണ് നമ്മൾ വന്നത്. 10-ാം തീയതിയാണ് ഇട്ടിട്ട് എനിക്ക് 16-ാം തീയതി ദുബായിൽ ഒരു മേജർ മീറ്റിംഗ് ഉണ്ടായിരുന്നു. പോകാതിരിക്കാൻ പറ്റില്ല. 14-ാം തീയതിക്ക് എനിക്ക് ബുക്കിംഗ് ഉണ്ട്. ഞാൻ 13-ാം തീയതി ഡിസ്ചാർജ് ആവുന്ന 14-ാം തീയതി ഞാൻ ഫ്ലൈറ്റും കഴിഞ്ഞ് ഞാൻ പോയി അങ്ങോട്ട് ദുബായിൽ പോയി. ദുബായ് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വന്നു. അതെല്ലാം കഴിഞ്ഞ് നോർമലായിട്ട് പോകുന്നുണ്ട്. ഓഗസ്റ്റ് ആയപ്പോഴത്തേക്കും ചെറിയൊരു അണീസിനെസ് ഉണ്ടോയെന്ന് അങ്ങനെ പോയിട്ട് ഏതായാലും ഞാൻ പോയി ചെയ്തപ്പോൾ അവിടെ എനിക്കൊന്നും മനസ്സിലായില്ല. ആദ്യം 3 ഇട്ടപ്പം 20 മിനിറ്റ്സിൽ പരിപാടി കഴിഞ്ഞു. ഇത് ഓൾമോസ്റ്റ് 2 hours.
ഇടയ്ക്ക് പെട്ടെന്ന് ഞാൻ കാണുന്നത് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇവിടുത്തെ ഡോക്ടർ ഓടുന്നു, നഴ്സുമാർ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, എല്ലാം ഭയങ്കര ഓട്ടം. ഞാൻ അങ്ങനെ കിടക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞൊരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പം ഇവിടെ വന്ന ഡോക്ടറെ നമുക്ക് ഫോണിൽ കാണാം. അപ്പോൾ എന്തോ കോംപ്ലിക്കേഷൻ അകത്തുണ്ടായിരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ട്. അപ്പോൾ എൻ്റെ സമയം വരല്ലടാ, ഇനിയും ടൈം ഇരിക്കടാ, ഒരുപാട് സമയം കൊഞ്ചം കൂടെ ടൈം ഇരിക്ക്, അത് വേണം. ഇനി അടുത്ത പടം വരാനുണ്ട്, അതൊക്കെ കഴിഞ്ഞ് പതിയെ. ഇല്ലല്ലോ, ഇവിടെ ആൾക്കാർ കാത്തിരിക്കുകയാണ്. അയാൾ പോയി. ഇവിടെ ഇതാണ്, ഇവിടെ ഒരുത്തൻ വീണിട്ട് വേണം എനിക്ക് കയറാമെന്ന് വിചാരിക്കുന്ന ഒരു മൈൻഡ് സെറ്റാണ് ഇവിടുത്തെ മലയാള സിനിമ. അല്ലാതെ അവൻ്റെ കൂടെ ഞാൻ ഇപ്പം മമ്മൂക്ക ഇങ്ങനെ നിൽക്കുന്നുണ്ട്, മമ്മൂക്കാനോട് കോമ്പീറ്റ് ചെയ്തിട്ട് എനിക്ക് അഭിനയിച്ച് വരണം, മോഹൻലാലിനോട് കോമ്പീറ്റ്, അതല്ല, മമ്മൂക്ക എപ്പോൾ ഡൗൺ ആവും, മോഹൻലാൽ എപ്പോൾ ഡൗൺ ആവും, എന്നിട്ട് വേണം എനിക്ക് കയറാൻ എന്നുള്ള ചില പുതുമുഖ നടന്മാരിവിടെ ഉണ്ട്. അവരൊരിക്കലും എവിടെ എത്തില്ല. ഇപ്പൊക്കെ പ്രഥമപക്ഷം ഞാൻ കാണുന്നത്, അതിപ്പം നിങ്ങൾക്ക് പിന്നീട് അറിയാം ആരൊക്കെ എന്തൊക്കെയാണെന്ന്. അത് ഇവരെയൊക്കെ വിചാരം നമ്മളാരും അറിയില്ല എന്നുള്ള. നമുക്ക് കംപ്ലീറ്റ് ഫീഡ്ബാക്കുകൾ, നമ്മളെ ഇഷ്ടപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്, ഫീഡ്ബാക്കുകൾ നമ്മുടെ അടുത്തേക്ക് എത്തും. അവരിങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പം എന്തിനാ നിങ്ങൾ ചില ഫ്രസ്ട്രേഷൻ അടിച്ചിരിക്കുന്ന കുറേ എണ്ണം കാണുമല്ലോ ചിലതിൽ. ഇയാൾ മേജർ കുക്കായിരുന്നു, പക്ഷെ അവരുടെ ഫ്രസ്ട്രേഷനായി കാണുന്നത്. അല്ല അത് എല്ലാ പട്ടാളത്തേരെ കളിയാക്കാൻ വേണ്ടി ഞങ്ങള്, എൻ്റെ ഫ്രണ്ട് ഒരു NSC കമാൻഡോ ഉണ്ടായിരുന്നു. പുള്ളി കൈയൊക്കെ തന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ പൊരിഞ്ഞു പോകും. പക്ഷെ ഞങ്ങൾ പറയും, എടാ നീ പെറോട്ട അടിച്ചല്ലേ ഇങ്ങനെ ഈ കൈക്ക്. പക്ഷെ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കണം, പട്ടാളത്തിന്റെ കുക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും സ്റ്റാമിന ഉള്ള ഒരു മനുഷ്യൻ വേറെ കാണില്ല. കാരണം എന്താ പറയുക, ഇവൻ കാലത്ത് 3 മണിക്ക് എഴുന്നേറ്റിട്ട് ഈ 1000 ആൾക്കാർക്ക് ചാപ്പാടുണ്ടാക്കും ഒരാള്. അപ്പം അവൻ്റെ ആ ഒരു പവർ നോക്കിയ നീ, അവൻ ഉച്ചയ്ക്കൊക്കെയാണ് കുറച്ചു നേരം കിടന്ന് ഉറങ്ങുന്നത്. അപ്പൊ അതുപോലും ഇവർക്ക് അറിയില്ല ആരെ കമ്പയർ ചെയ്യണമെന്ന്. അത് ഈ ഫ്രസ്ട്രേഷൻ അടിച്ചിരിക്കുന്ന കുറവുണ്ട്. മേജർ എവിടെ ചോദിക്കുന്ന ടൈപ്പ്. മേജർ കഥ പറയുമ്പോഴേ ഇവിടെ കേട്ടിരുന്ന ഞങ്ങളല്ലാതെ ഒരാളൂടെ ഉണ്ട്, ഫുള്ളായിട്ട് കേട്ടിരുന്നു. കാരണം പല കഥകളും പുതിയതായിരുന്നല്ലോ. ശരിക്കും മാം എന്തായിരുന്നു ചെയ്തിരുന്നത് എന്നുള്ളത് ഞാൻ ഇന്ന് രാവിലെയാണ് വന്ന് ചോദിച്ചത്. എന്തൊക്കെയാ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോഴാണ് 1-2 കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ചെന്നൈയിൽ വർക്ക് ചെയ്തിരുന്നു. എന്തൊക്കെയായിരുന്നു ശരിക്കും ചെയ്തിരുന്നത്? ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് മാരേജ് ആയത്. മാരേജ് ആയി ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ ഐ ഹാഡ് മൈ ലിറ്റിൽ പ്രിൻസ് കമ്മിങ് അർജുൻ ഇൻ ടു മൈ ലൈഫ്. അതിന് നടുക്കുള്ള ഡ്രാമയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. കട്ടു നമ്മൾ പറഞ്ഞു, അങ്ങനെയൊക്കെ ആയിരിക്കായിരുന്നു. അപ്പം അതിൻ്റെ ഒരു സീക്വൻസ് വാസ് ദറ്റ് ഫൈനാൻഷ്യലി വി വർ നോട്ട് വെരി വെൽ പൊസിഷൻഡ്. മൂപ്പർ വാസ് ഓൾസോ പട്ടാളത്തിൽ നിന്ന് വന്നു, പെൻഷൻ വന്ന് തുടങ്ങിയിട്ടില്ല. ഹി വാസ് ഓൾസോ ഗെറ്റിംഗ് ഇൻ ടു ദ മൂവി ലൈൻ. എനിക്ക് മൂവി ലൈനെ പറ്റി ഒന്നും അറിയില്ല, ബിസൈഡ് ജസ്റ്റ് ഗോയിങ് വാച്ചിങ് എ മൂവി ആൻഡ് കമ്മിങ് ബാക്ക്. അപ്പം ഇതൊക്കെ എനിക്ക് പുതിയതായിരുന്നു. അപ്പം ഈ പറയണതൊക്കെ ഇപ്പം നൗ ഇറ്റ്സ് ബിക്കം എ പാർട്ട് ഓഫ് മൈ ലൈഫ്. അതുകൊണ്ട് ചെറിയ തോതിൽ ഷോർട്ട് ടേം ജോബ്സ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. ബേസിക്കലി മൂപ്പർ പറയും യെസ് യു നോട്ട് കൺട്രിബ്യൂട്ടഡ് മച്ച് എന്ന് പറയും. പക്ഷേ എൻ്റെ രീതിയിൽ ഐ വാസ് കൺട്രിബ്യൂട്ടിങ് ക്വൈറ്റ് എ ലോട്ട്. അപ്പം ആദ്യം ബിക്കോസ് സെൻട്രൽ സ്കൂൾ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് എനിക്ക് ഏത് ലാംഗ്വേജും പറയാൻ ഒരു ഫ്ലുവൻസി ഉണ്ട്. ഐ ക്യാൻ സ്പീക്ക് ഹിന്ദി, ഇംഗ്ലീഷ്, വാട്ട് എവർ ഇറ്റ് ഇസ്. അപ്പോൾ ആദ്യമൊക്കെ ചെറിയ ഷോർട്ട് ടേം നമ്മൾ ഈ സ്റ്റോൾസ് ഒക്കെ ഉണ്ട്, താജിലൊക്കെ ദേ ഗുഡ് ഹൈ എൻഡ് സ്റ്റോൾസ് ഒക്കെ. അപ്പം അങ്ങനെ ചെറിയ സ്റ്റോൾസിലൊക്കെ പോകും. അന്നത്തെ ഡെയിലി ഐ ഡോണ്ട് നോ വെദർ ഹി സ്റ്റിൽ നോസ് അബൌട്ട് ഇറ്റ്, ഡെയിലി ജോബ്സ് ചെയ്യും, get some amount of money, and I'm very happy that I'm working. അങ്ങനെ ചെയ്ത് when slowly started getting into a business executive job. കുറച്ചൊരു മാനേജ്മെന്റൽ റീജിയനിൽ കുറേ അങ്ങനത്തെ ഒരു ജോബ്സ് ചെയ്തു. പക്ഷേ ഒന്നിലും നിരന്തരം നിൽക്കാൻ പറ്റാത്തത് ബിക്കോസ് ഹി വാസ് ഗെറ്റിംഗ് ട്രാൻസ്ഫേർഡ്. പിന്നെ വന്നിട്ട് പെർമനൻ്റ് ആയിട്ട് ഞാൻ ചെന്നൈയിൽ വന്നതിന് ശേഷം ഐ ഗോട്ട് ഇൻ ടു ദ സലോൺ ഇൻഡസ്ട്രി. എല്ലാ ജോബും ന്യൂ ആയിരുന്നു. നത്തിങ് ഈസ് അക്കോർഡിംഗ് ടു മൈ പോർട്ട്ഫോളിയോ. ഐ എം ബേസിക്കലി എ ട്രെയിൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ. പക്ഷെ ടീച്ചിങ് ജോബ് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് ദാറ്റ് ജോബ് ഇസ് സംതിങ് യു ഹാവ് ടു ബി വെരി ഡെഡിക്കേറ്റഡ്. ബിക്കോസ് നമ്മുടെ അണ്ടറിൽ ഇത്രയും കുട്ടികൾ വരുന്നതാണ്. അപ്പൊ നമ്മൾ വെറുതെ 2 മാസം അല്ലെങ്കിൽ 6 മാസം അല്ലെങ്കിൽ 1 ഇയർ പോയിട്ട് അവരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചിട്ട് പുറത്ത് വരുമ്പോൾ യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. നമുക്ക് ഫീഡ്ബാക്ക് കിട്ടണമെങ്കിൽ യു ഹാവ് ടു ബി എ ടീച്ചർ ഡെഡിക്കേറ്റഡ് ടു ദോസ് ചിൽഡ്രൻ. അവരുടെ അപ്ബ്രിങ്ങിങ് ഇങ്ങനെ കണ്ടുവരണം. അത് കാണാൻ പറ്റില്ല എനിക്ക് ഷോർട്ട് ടേം ജോബ്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എന്നൊക്കെ. അപ്പോൾ ടീച്ചിങ് ഞാൻ പ്രൊഫഷനായിട്ട് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. ഈ വരുന്ന ജോബ്സൊക്കെ പോയി ലേൺ ചെയ്യും ആൻഡ് പ്രോപ്പറായിട്ട് ട്രെയിൻ ആയിട്ട് ദെൻ ഐ ഗെറ്റ് ഇൻ ടു ദ ജോബ്. അങ്ങനെയാണ് ഇതുവരെയും ചെയ്ത എല്ലാ പോർട്ട്ഫോളിയോസും. ലാസ്റ്റ്ലി ഐ വാസ് വർക്കിംഗ് വിത്ത് ലതാ സി മോഹൻ ചേച്ചി, ദാറ്റ് ഇസ് MS വിശ്വനാഥിന്റെ മകളില്ലേ, മൂപ്പരുടെ മകൾ. ഷീ ഷുഡ് റൺ എ ചെയിൻ ഓഫ് സലോൺസ് സലോൺസ് ഇൻ ചെന്നൈ. അപ്പൊ അതിന്റെ ഒരു യൂണിറ്റ്സിന്റെ കംപ്ലീറ്റ്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ എന്തായാലും യു സോ എഫിഷ്യന്റ് പേഴ്സൺ, നീ എന്തിനാ വെറുതെ വീട്ടിൽ. ഐ ചേച്ചി ഐ ഹാവ് നോ ഐഡിയ അബൌട്ട് ദിസ് ഇൻഡസ്ട്രി. നമ്മൾ പോകുന്നു എവിടെയെങ്കിലും നെയിൽ പോളിഷ് അടിക്കുന്നു, ഒരു ഹെയർ ഡ്രൈ ചെയ്യുന്ന, അല്ലാതെ ഇന്റർണൽ പ്രൊഫഷൻ. ഷീ സെഡ് ഡോണ്ട് വറി, ഇറ്റ് വിൽ ബി ട്രെയിൻഡ്.
അങ്ങനെ പോയി ഒരു 3 മാസം ട്രെയിനിങ് ചെയ്തു ആൻഡ് ഐ ലേൺ ദ ജോബ് ഫുള്ളി. 11 years I was running that salon. സാറ് വിളിച്ച ഫോൺ എടുത്താൽ തന്നെ ചെറിയൊരു വർത്താനം പറയും എന്നിട്ട് വെക്കും, അത്രയ്ക്ക് തിരക്കാണ്. ഫോൺ എടുക്കില്ലേ? എടുക്കില്ലല്ലേ? എടുക്കില്ല. ഞാൻ ഇങ്ങനെയുള്ള കുറച്ച് പാർട്ടീസ് ഉണ്ട്. എനിക്ക് കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്, എൻ്റെ സിസ്റ്റർമാർ, ഇങ്ങനെയൊക്കെ ചിലതുണ്ട്. ഇപ്പം പേടിയാണ് അവർക്ക്. കാരണം വെച്ചാൽ ഫോൺ എടുത്തിട്ട് പിന്നെ തിരിച്ചു വിളിക്കും, രവേട്ടാ ഞാനേ അത് ഞാൻ അവിടെ വെച്ചിരിക്കുകയായിരുന്നു. എല്ലാവർക്കും പേടിയായിരുന്നു കേട്ടോ. അപ്പം അതെന്താണെന്നറിയോ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് മൊബൈൽ എന്തിനാണ്? ഇത് കൂടെ കൊണ്ടു നടക്കാനല്ലേ? അല്ലെങ്കിൽ ലാൻഡ് ഫോൺ വെച്ചാൽ മതി, എന്നിട്ട് കഴുത്ത് കെട്ടി ഇത് കൊണ്ടാണ് നടക്കുന്നത്. അത് that is only for people who work on this all the time. അതില്ലാത്ത നോർമൽ ലേഡീസിനൊക്കെ ഇത് ഇങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റില്ല. നമ്മൾ കിച്ചണിൽ പോകുമ്പോൾ കിച്ചണിൽ വെക്കും, റൂമിൽ പോകുമ്പോൾ റൂമിൽ വെക്കും. ഞാൻ ഇവിടുത്തെ കുളിക്കാൻ പോവാണെങ്കിലും ഇതെടുത്ത്, കാരണം കുളിക്കുമ്പോൾ പുറത്തേക്ക് വന്നിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ആരുടെ എന്ത് വി ഷുഡ് നോട്ട് ബി സെൽഫിഷ്. അത് വലിയ വലിയ ആൾക്കാർ വിളിക്കുന്നുണ്ടോ മേജറിനെ? അങ്ങനെ പറയൂ. ആരാണെങ്കിലും ശരി. ഇപ്പം ഞാൻ പറയട്ടെ, ആരെങ്കിലും നമ്മളെ ഇവിടുത്തെ അറിയുന്ന ഒരാൾക്കാർ ഈ നമ്പർ അറിഞ്ഞിട്ട് വിളിക്കുകയാണ്, എന്തെങ്കിലും അത്യാവശ്യത്തിൽ കിടക്കുകയായിരിക്കും. യു ഷുഡ് നോട്ട് എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ തിരിച്ചു വിളിക്കാം. നോ, യു ഷുഡ് നോട്ട് ബി സെൽഫിഷ്. കൂടുതലും ജീവിച്ചത് ഇതാണ്. കാരണം എന്താണെന്നറിയോ? കംപ്ലൈന്റ് ഇപ്പൊ വീട്ടിൽ വന്നാൽ പോലും ഇത് ഇങ്ങനെ തോണ്ടി പിന്നെ കോൾ എണിച്ച് വരുന്നതോ ഞാൻ എണിച്ച് പോണതൊന്നും മൂപ്പർ അറിയില്ല. പക്ഷെ തപ്പി രാവിലെ എടുക്കണത് ഇതാണ്. സിനിമാറ്റിക് വിഷ്വലാണ്. ടോയ്ലറ്റിൽ പോകുമ്പോൾ ചിലപ്പം ഷോർട്സിൽ പോക്കറ്റ് ഇല്ലെങ്കിലും അത് കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞു അതിലെങ്കിലും കുറച്ചു നേരം അതിന് സ്വസ്ഥത കൊടുക്കൂ. അപ്പോഴും ഇത് കൊണ്ടുപോയി ഫോൺ സൈഡിൽ വെച്ചിട്ട് ടോയ്ലറ്റിൽ പോകും. അവിടെ ഇരുന്നോട്ടെ, ഇത് ഇവിടെ ഇരിക്കുന്ന സാധനം അവിടെ കൊണ്ടുവച്ചേക്ക്. അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ളവർക്ക് എല്ലാവരും, അത് എൻ്റെ പെങ്ങളാണെങ്കിലും ശരി, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ക്ലാസ്മേറ്റ്, അവളെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരു വീടിനകത്ത് ഇതെന്തിനാണ് ഇവരുടെയൊക്കെ പ്രശ്നം എന്താ അറിയോ? ഇവിടുന്ന് എന്നിട്ട് ഇപ്പം ഞാൻ അപ്പുറത്തേക്ക് പോവാണ്, ഈ സാധനം അവിടെ കൊണ്ടുവച്ചേക്ക്, ഇത് കൊണ്ടുപോയില്ല. എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഇത് സൈലന്റ് വെച്ചിരിക്കും, എന്നിട്ട് കേൾക്കൂല. വ്യക്തികളെ അപേക്ഷിച്ചത് മാറി വരും. അതുകൊണ്ട് കുഴപ്പമില്ല. ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് അതിനൊരു പൊതുമാനദണ്ഡം പറ്റില്ല. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അവരോട് എപ്പോഴും മോൻ്റെ അടുത്തും അതെ വെള്ളടുത്തും പറയും, എന്തെങ്കിലും ഒരു കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം ഞാൻ എവിടെയെങ്കിലും വടിയായിട്ട് ആക്സിഡന്റ് ആയിട്ട് വടിയായിട്ട് കിടക്കുന്ന സമയത്ത്, കിടക്കുന്ന സമയത്ത് അത് പിന്നെ തിരിച്ച് സംഭവിക്കാം. അല്ല, തിരിച്ച് ഞാൻ എടുക്കുമല്ലോ, ഞാനെടുക്കും. ഷൂട്ടിലാണെങ്കിൽ ചിലപ്പോൾ എടുക്കാൻ പറ്റില്ലല്ലോ, ചിലപ്പോൾ മീറ്റിംഗ്സിലായിരിക്കും, കോൺവെർസേഷനിലായിരിക്കും. തൊട്ടടുത്ത് വേറെ നമുക്ക് തർക്ക വിഷയമാക്കണ്ട. വേറൊരു കാര്യം പറയാനുണ്ട്, അത് ജനറലൈസ് ചെയ്യണ്ട അല്ലേ? ഇവിടെ ഈ വീട്ടില് മദ്യക്കുപ്പികൾ എന്ന് പറഞ്ഞാൽ വലിയ ബോട്ടിൽ വരെ ഇരിപ്പുണ്ട്. പക്ഷെ ഈ മനുഷ്യന് ഇതിനകത്ത് തൊടില്ല. ഇടയ്ക്ക് സിഗരറ്റ് വലിയും നിർത്തിപ്പോയി, 5 വർഷമായി. ഇത് ഇങ്ങനെ തന്നെ ഒരു മിലിറ്ററി സർവീസിലുണ്ടായിരുന്ന ഒരാൾ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് പലർക്കും അത് അത്ഭുതമാണ്. ഇപ്പോഴും ഫ്രണ്ട്സിനെയൊക്കെ സ്വീകരിക്കാനും ഒക്കെ സൽക്കരിക്കാനും ഒക്കെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക വരെ ചെയ്യും, പക്ഷേ കഴിക്കില്ല. അത് ഒരു എനിക്ക് തോന്നുന്നു അത് അത്രയും കഴിക്കാതിരിക്കുക എന്ന് പറയാം. ഇപ്പോൾ സോഷ്യൽ ലൈഫുള്ളൊരു മനുഷ്യനാണ്. സിനിമാക്കാർക്കിടയിലൊക്കെ അത്യാവശ്യം അത്തരത്തിലുള്ള ഒരു ലൈഫിനൊക്കെ സാധ്യത ഉള്ളതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള സൗഹൃദത്തിനൊക്കെ. പക്ഷെ അതിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ഒരു കരുത്ത് വേണ്ട ഉള്ളിൽ. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്? എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് തോന്നുന്നത്. ബിക്കോസ് എല്ലാവരും വിചാരിക്കും കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യ പേടിച്ചിട്ടാണ്, അതൊന്നും ഒരിക്കലില്ല. ആ ഒരു കോൺസെപ്റ്റേ മൂപ്പരുടെ ലൈഫിൽ ഇല്ല. പിന്നെ എന്റെ അച്ഛൻ കുടിക്കില്ല, എന്റെ ബ്രദർ കുടിക്കില്ല. അപ്പൊ ഞാൻ ഈ കുടിക്കുന്ന ആൾക്കാരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇറ്റ് ഇസ് റെയർ. പക്ഷെ പട്ടാളത്തിൽ റെയർ ആട്ടോ ഈ ഒരു സംഭവം. ബിക്കോസ് ജനറലി പീപ്പിൾ ആർ ഓൾ സോഷ്യൽ ഡ്രിങ്കേഴ്സ് ഓർ ദേ ആർ ആക്ച്വലി പ്രോപ്പർ ഡ്രിങ്കേഴ്സ്. ബട്ട് മൂപ്പർക്ക് ഈ നെവർ ഡെവലപ്ഡ് എ ടേസ്റ്റ്. ചിലപ്പോ പറയും ശരി ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ എന്നൊക്കെ പറയും. ഗ്ലാസ് ഫിറ്റായിട്ട് ചിലവന്മാരിങ്ങനെ ആടിയൊക്കെ പോകുന്നില്ല. ഞാനൊരു ദിവസം ഇങ്ങനെ ആലോചിക്കുക, എപ്പോഴും ഞാൻ ചെയ്യും കേട്ടോ. അത് അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചിരുന്ന് തന്നെ അടിച്ചിട്ട് എന്നിട്ട് ഇറങ്ങി നടക്കണം. ഒരു സ്റ്റെപ്പ് എന്നൊക്കെ ഞാനും തുടങ്ങിയിട്ടില്ല. അപ്പൊ മേജർ നമുക്ക് രണ്ടാളും കൂടെ ഇച്ചിരി വൈൻ കൊടുത്തു മൂപ്പർ. ഞങ്ങളൊക്കെ ഇങ്ങനെ ഐ എൻജോയ് ലിറ്റിൽ ബിറ്റ് വൈൻ സം ടൈം വൺസ് ഇൻ എ വൈൽ. അപ്പൊ ഞാൻ പറഞ്ഞു ഇതെങ്കിലും ഒരു സിപ്പ് അടിക്കുന്നു പറഞ്ഞു. അപ്പൊ മൂപ്പർ എന്ത് ചെയ്തു, 3-4 സിപ്പ് അടിച്ചു. അടിച്ചതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ ചിരി, വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത് ചിരിക്കും. അപ്പൊ ഞാൻ ഇത് കൊള്ളാലോ, മൂപ്പരെ ഞാൻ ചിരിക്കണ കണ്ടിട്ടില്ല. ഡെയിലി പറയും ഫ്രണ്ട്സിന് നിങ്ങൾ കുറച്ച് വൈൻ കൊടുക്കണേ, മേജർ അങ്ങനെ അതൊരു രസമല്ലേ? എന്റെ ഫ്രണ്ട്സും പറയും, എന്റെ ബാച്ച്മേറ്റ്സ് ഒക്കെ എന്നായിട്ട് അത്രയും ക്ലോസ് ഉള്ളവരോട് ये सारे को 2 पैक पिला देगा, ये हंसते रहेगा साला, कॉमेडी मारता रहेगा. ഫുൾ കോമഡി ആയിരിക്കും. പക്ഷേ കോമഡി ആയതുകൊണ്ടല്ല ശരിക്കും
മേജർ കുടിക്കാത്തത്? കള്ളു കുടിക്കാത്ത എന്താണെന്ന് വെച്ചാൽ അച്ഛൻ കുടിക്കുമായിരുന്നു. 32-ാമത്തെ വയസ്സിലാണ് അച്ഛൻ കുടി നിർത്തിയത്. അത് സെക്കൻഡ് വേൾഡ് വാറെല്ലാം കഴിഞ്ഞ് പട്ടാളത്തിൽ നിന്നൊക്കെ വന്നതിന് ശേഷം നാട്ടിൽ കാര്യസ്ഥനെ കൊണ്ട് ഭരണിയിലൊക്കെയാണ് കള്ളു കൊണ്ടിരിക്കുക. അന്ന് കള്ളാണ് കുടിക്കുന്നത്, റമ്മം തിന്നില്ലല്ലോ. അങ്ങനെ കള്ളു കുടിച്ച് കഴിഞ്ഞ് ഫിറ്റായിട്ട് അമ്മയെ കയറി അടിച്ചത്ര ഒരു ദിവസം. അടിച്ചപ്പോൾ അന്ന് രാത്രി മുഴുവൻ അമ്മ തലയുടെ അവിടെ ഇരുന്നിട്ട് അച്ഛൻ്റെ കാതിൽ വേദം ഓതിക്കൊണ്ടിരുന്നു. അതെ ഇതല്ലേ അതല്ലേ. രാത്രി മുഴുവൻ ഇത് ഉറങ്ങി കിടക്കുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ബോധത്തിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം കാലത്ത് എഴുന്നേറ്റിട്ട് അമ്മ പറയും, സത്യം, സത്യഭാമ എന്നാണ് അമ്മയുടെ പേര്, സത്യം എന്നാണ് വിളിച്ചിരുന്നത്. സത്യം, എൻ്റെ അച്ഛനാണ് സത്യം എന്നും പറയ്ക്ക് ഞാൻ കള്ളുപിടിക്കില്ല കേട്ടോ, ഒരു ലഹരിയും ഞാൻ ഉപയോഗിക്കില്ല. അച്ഛൻ സിഗരറ്റ് വിളിക്കില്ലായിരുന്നു, ഒരു ലഹരിയും ഉപയോഗിക്കില്ല. അതിനുശേഷം ഞാൻ എനിക്ക് ഓർമ്മ വെച്ച സമയം തൊട്ടിട്ട് മദ്യപാനില്ല, സിഗരറ്റ് വിളിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളുടെ ഓണത്തിനൊക്കെ ഞങ്ങളുടെ തറവാട്ടിൽ എല്ലാവരും കാരണവന്മാരെല്ലാവരും കൂടെ ഇരിക്കും. ഞങ്ങൾക്കും കുട്ടികൾക്കും കിട്ടും ചെറിയൊരു സംഭവം, മുറുക്കാൻ, വെറ്റ്ലയും അടക്കിയും, അത് പാക്കടക്കിയായിരിക്കും. അത് രസമാണ്, അത് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട്. അച്ഛൻ അതുപോലും ചെയ്യില്ലായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ്, മദ്യപാനം എന്തോ ശരിയല്ല എന്നുള്ളത് പലപ്പോഴും അദ്ദേഹം പറയാറുണ്ട്. ഇന്നും ഞാൻ ആദ്യത്തെ ലീവ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് അച്ഛൻ്റെ ഒരു ഫോട്ടോയും അതിൻ്റെ പിറകിൽ എഴുതിയിരിക്കുന്ന കുറച്ച് സംഭവമുണ്ട്, ഡൂസ് ആൻഡ് ഡോസും ഡോൺസും. ആ ഡോണ്ടിൽ വരുന്നതാണ് മദ്യപാനം, അതിനകത്ത് വുമൻ, സ്മോക്കിംഗ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അത് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ മറ്റത് ലോയൽ. ഞാൻ കണ്ടിട്ടില്ല, അതുവരെ കാണിച്ചിട്ടില്ല. ഉണ്ട്, ഞാൻ ഇപ്പൊ എടുത്തുതരാം. നീ എന്തിനാ ഈ പറയുന്നത്? നിങ്ങൾക്ക് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യില്ല, അതിപ്പോ കാണിച്ചു തരാം. വെല്ലുവിളി ആയതുകൊണ്ട് നമ്മളത് കാണിച്ചിരിക്കും. അതിന്റെ പിറകിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താന്നുള്ളത് ഇത് നോക്ക്. ഓ, ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. യെസ്, ഡൂസ് ആൻഡ് ഡോൺസ്. ലൈ, സ്റ്റീൽ, അതുപോലെ തന്നെ ഡ്രിങ്ക്, സ്മോക്ക്, ജലസി, ബി പ്രൗഡ് എന്ന് പറഞ്ഞാൽ അസൂയ പാടില്ല, അഹങ്കരിക്കരുത്. ബി ഇൻ ബാഡ് കമ്പനി, തെറ്റായ കമ്പനികൾ ഉണ്ടാവരുത്. അതുപോലെ തന്നെ ഡോണ്ട് ക്വാറൽ. അത് കഴിഞ്ഞിട്ട് മസ്റ്റ്, യു മസ്റ്റ് ബി ബ്രേവ്, യു മസ്റ്റ് പ്രേ ഗോഡ് ആൻഡ് പേരൻസ്, യു മസ്റ്റ് ഗെയിൻ ഹെൽത്ത്, യു മസ്റ്റ് ഗെറ്റ് എഡ്യൂക്കേഷൻ, ബി ഗുഡ് ആൻഡ് ഹംബിൾ. ഇത് ഹാൻഡ് റൈറ്റിംഗ് അച്ഛൻ്റെയാണ്. അച്ഛൻ്റെയാണത്. വാസ് എ വെരി ഗുഡ് ഇംഗ്ലീഷ്. ESSLC ആയിരുന്നു. അച്ഛനാണ് എന്നെ ഗ്രാമർ പഠിപ്പിച്ചത്. അച്ഛൻ്റെ അടുത്ത് മരിക്കുന്നവരിക്കും ഡിക്ഷണറി കൂടെ ടേബിളിന് മുകളിലുണ്ടായിരിക്കും. അതേപോലെ തന്നെ റണൻ മാർട്ടിൻ്റെ ഗ്രാമർ ബുക്ക്, നിങ്ങളതൊന്നും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. റണൻ മാർട്ടിൻ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാമർ ബുക്ക് ഉണ്ടെന്നത്, അതടക്കം ഫോളോ ചെയ്തിരുന്ന വ്യക്തിയാണ്. പക്ഷെ വിദ്യാഭ്യാസം 8ാം ക്ലാസ്, ESSLC, ഒഫീഷ്യലായിട്ട് 8ാം ക്ലാസ്. പക്ഷേ ഇംഗ്ലീഷ് ഹി ക്യാൻ സ്പീക്ക് ടു എനിബഡി ഫോർ ദാറ്റ് മാറ്റർ. അതേപോലെ തന്നെ വക്കീലുമാർ, പട്ടാമ്പിയിലത്തെ ഉദയവർമ്മൻ വക്കീലടക്കം അച്ഛൻ്റെ അടുത്ത് വന്ന കേസ് സ്റ്റഡി ചെയ്യുമായിരുന്നു. അവർ വന്നിട്ട് കേസ് ഡിസ്കസ് ചെയ്യും. യെസ്, എല്ലാം അതുപോലെ കൈ നോക്കും. ഇതെന്തായാലും എല്ലാം ബുക്ക് ഇരുന്ന് വായിച്ചിട്ട് വെറുതെ അത് ട്രോള്, അത് കറക്റ്റ് ട്രോള്. പക്ഷെ ഭാര്യ അറിയാതെ പേഴ്സിൽ സൂക്ഷിച്ചു വെച്ച ഫോട്ടോ, അതാണ് ടൈറ്റിൽ. അച്ഛൻ്റെ അല്ലല്ലോ, അതെ, നോക്കിയിരുന്നെങ്കിൽ എത്ര ഫോട്ടോകൾ നമ്മൾ പിടിച്ചെടുത്തല്ലേ. അങ്ങനെ ഒന്നും കാണില്ല. ചില കാര്യങ്ങള് ഐ ക്യാരി ഇറ്റ്. ആ ഫോണ് കൊടുക്കാൻ ധൈര്യം ഉണ്ടോ? യെസ്, ഇതേപോലെ. പിന്നെന്താ, ഇത് നോക്ക്. അതെന്തായിരുന്നു? ഇത് ഒരു താബീസാണത്, ഉറുദുവിലുള്ള താബീസ്. ഞാനത് ലാമിനേറ്റ് ചെയ്ത്. താബീസ് മീൻസ് മുസ്ലിംസ് കെട്ടുന്ന രക്ഷ എന്ന് പറയില്ലേ, അവർ കയ്യിലൊക്കെ കെട്ടുന്ന. അപ്പോൾ വർഗീയവാദിയായിട്ടുള്ള, ഹിന്ദു വർഗീയവാദിയായിട്ടുള്ള ഞാൻ എൻ്റെ പേഴ്സണകത്ത് എൻ്റെ അച്ഛൻ്റെയും ഫോട്ടോൻ്റെ കൂട്ടത്തിൽ ഇത് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിറകിലൊരു ചരിത്രമുണ്ട്. എന്നെ ഞാനാക്കിയിട്ടുള്ള എൻ്റെ ഒരു ഗോഡ് ഫാദർ ഉണ്ട് പട്ടാളത്തിൽ. അദ്ദേഹത്തിൻ്റെ പേരാണ് FU അഹമ്മദ്, ഫക്രുദ്ദീൻ അഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള കേണൽ, ലക്നൗവിലുള്ള ആളാണ്. അന്ന് ക്യാപ്റ്റനൊക്കെ ആയിരുന്നു അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ വൈഫും അമ്മയും. അമ്മയ്ക്ക് എന്നെ അത്രയും കാര്യമായിരുന്നു. അവരൊക്കെ ലീവിന് വരുന്ന സമയത്ത് എന്നെ വീട്ടിലേക്ക് വിളിക്കും. എന്താണില്ല, അവർക്ക് എന്നോടൊരു പ്രത്യേക സ്നേഹം. വൈഫ് എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കും, പ്രിപ്പറേഷൻ, SSBക്ക്, ഇതിനെല്ലാം. അങ്ങനെ ഞാൻ 92-ൽ ഞാൻ ലക്നൗവിൽ പോവാണ്. അന്ന് ഞാൻ ആർമി ചീഫിൻ്റെ ADC ആണ്, ജനറൽ റോട്ടിക്സിൻ്റെ. അദ്ദേഹം മരിച്ചു പോയത്. അദ്ദേഹത്തിൻ്റെ കൂടെ പോയപ്പോൾ ലക്നൗവിൽ വരുന്നുണ്ട്. എനിക്ക് ഇവരുടെ അഡ്രസ്സ് ബൈ ഹാർട്ടായിരുന്നു. 7C ഹവലോക്ക് ലെയിൻ, ലക്നൗ. വളരെ ചീഫ് മിനിസ്റ്ററിൻ്റെ വീടിൻ്റെ പിറകുള്ള ലൈനാണ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് ഇവർ. അപ്പോൾ അത് പലപ്പോഴും കത്ത് എഴുതി ഇതിലുണ്ട്, 7C ഹവലോക്ക് ലൈൻ, ലക്നൗ എന്ന്. അത് വിട്ട് കഴിഞ്ഞാൽ കത്ത് അവിടെ എത്തും. അങ്ങനെ ഞാൻ ചെന്നിറങ്ങി വഴിക്കും ഞാൻ അത്രയും വലിയ VIP ആണ്, ചീഫിൻ്റെ കൂടെ പോയിരിക്കുകയാണ്, ADC ആണ്.
അവിടുത്തെ പോലീസിൻ്റെ അടുത്ത്, മിലിറ്ററി പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ദിസ് അഡ്രസ്, എന്നിട്ട് ഈവനിങ് പറയാം ഞാൻ അവിടെ വരുന്നുണ്ടെന്നല്ലോ. ഇവർ വിത്ത് പൈലറ്റായിട്ട് അവിടെ പോയി അവരാകെ വരണ്ടു, ഇത് ആര് വരുന്നതെന്ന്. കാരണം ഈ പൈലറ്റുകൾക്ക് അവർക്ക് ADCയിലും ഇല്ല എന്ന് പറഞ്ഞത്, ഇപ്പോൾ പേരറിയില്ല അവർക്ക്. അവിടെ പോയി ഈവനിങ് ആകുമ്പോഴത്തേക്കും 4 മോട്ടോർ ബൈക്ക് മുമ്പിൽ അംബാസിഡർ കാറിൽ ഞാൻ എസ്കോട്ടോടുകൂടി അവിടെ പോയിട്ട് ഇറങ്ങുന്നു. അമ്മ എന്നെ നോക്കിയിട്ട് ഒരേ രവി വേട്ടാന്നും പറഞ്ഞിട്ട് അവിടുന്ന് ഷൗട്ടിങ് പോയി കെട്ടിപ്പിടിച്ചത്. അവിടെ ചെന്നപ്പോൾ നീ വാ നമുക്ക് ഞാൻ സാധനം കാണിച്ചു തരാം. അങ്ങനെ അവർ റൂം കൊണ്ടിട്ട് അവർ പെട്ടി തുറക്കുകയാണ്. പെട്ടി തുറന്നിട്ട് എന്നൊരു ഇന്ത്യ ടുഡേയുടെ മാഗസിൻ എടുക്കുന്നു. അതിൽ എന്നെക്കുറിച്ചൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു, രാജീവ് ഗാന്ധി വധക്കേസിന് ശേഷം റിപ്പോർട്ട്സ്. എൻ്റെ ഒരു 3 പേജ് ഇൻ്റർവ്യൂ വിത്ത് ഫോട്ടോഗ്രാഫ് അത് ഇവർ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ആൻഡ് ഷീ സോ പ്രൗഡ് ഓഫ് മീ. എന്നിട്ട് പോരുന്ന സമയത്ത് ഈ താബീസ് എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ഇത് പേപ്പറിൽ ഇത് പറഞ്ഞ് ഇത് നീ എപ്പോഴും നിൻ്റെ പേഴ്സിൽ വെച്ചിരിക്കണം. അന്ന് കൊണ്ടുവന്ന് ലാമിനേറ്റ് ചെയ്തിട്ട് 92 തൊട്ടിട്ട് ഇതുവരയ്ക്ക് അത് വെക്കാമെങ്കിൽ 35 വർഷത്തോളമായി ഓൾമോസ്റ്റ്. സോ ഐ ക്യാരി certain things which is very valuable for me. Might be these kind of things are giving me the blessings and growing up. ഇവിടെ ആൾക്കാർ മേജർ ഇവിടെ കിഡ്നി മാറ്റി വെച്ച് ഹാർട്ട് മാറ്റി, ഞാൻ എന്ത് മാറ്റി വെച്ചാലും മേജർ വേറെടാ, നിനക്കൊന്നും എന്നെ അത് എന്തെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ അഹങ്കാരം, അച്ഛൻ പറഞ്ഞിട്ട് അഹങ്കരിക്കരുത്, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലൊരു അഹങ്കാരം ഉണ്ടല്ലോ, അത് ആര് വന്നാലും ആരെ ഫേസ് ചെയ്യാനും ഇന്നും എനിക്ക് സാധിക്കും. അത് വിൽ പവറാണ്. അതിനെന്താ വെച്ചാൽ ഇതുപോലുള്ള പവറുകളാണ് എൻ്റെ കയ്യിൽ കൂടെ നടക്കുന്നത്, അല്ല കത്തിയും തോക്കൊന്നുമല്ല. അതവിടെ ഇരിക്കട്ടെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വെള്ളം അടിച്ച് കമ്പനി കൂടേണ്ട കാര്യമില്ല, ഒന്നും ആവശ്യമില്ല, ഒരു ആവശ്യമില്ല. വെള്ളം അടിച്ചിട്ട് പിന്നെ വേറൊരു പ്രശ്നമുണ്ട് രമേശ്, ഇവിടെ ചില കമ്പനിയിൽ ഒരുത്തം മതി പാഴ്. ഇവന് രണ്ടാം കയറുമ്പോഴത്തേക്കും ഇവൻ വേറൊരു ലെവലായി. ഇത് കാണുമ്പോൾ നമുക്ക് പ്രാന്താണ്. ഇത്ര നേരം ഇല്ലാത്ത ഒരു സാധനം സടകുടഞ്ഞ് എഴുന്നേക്കുന്നു. എന്നിട്ട് വന്ന് നമ്മുടെ അടുത്ത് ഇംഗ്ലീഷ്, ഹിന്ദി, ഇത്ര നേരം മലയാളം പറഞ്ഞിരുന്ന ഇവൻ ഇത് അവൻ പറഞ്ഞിരുന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇംഗ്ലീഷായി. അപ്പൊ നീ ആ പറയുന്നത് മാത്രം പറയടാ. ഇതുവരെയ്ക്ക് ചളമായിട്ടുള്ള മലയാളമൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് ഇവൻ ഇംഗ്ലീഷാക്കി പോളിഷ്. കാരണം എന്താ, ഈ അകത്ത് എന്നിരിക്കുന്ന സാധനം വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇവന് ധൈര്യം വന്നു, കാരണം ഇവന് ബോധം പോയി, അതായി ധൈര്യം വന്നിരിക്കുന്നത്. ഇപ്പം എന്താ വെച്ചാൽ ഇത് അടിച്ച് പിറ്റേക്ക് ആവുമ്പോൾ ഇവന് തല്ലുകൊണ്ടാലും വേദനിക്കില്ല. അപ്പം പിന്നെ അവന് ധൈര്യമായിട്ട് വരികയാണ്. മറ്റത് വേദനിക്കും എന്നുള്ളത് ഓർമ്മയുള്ളപ്പോൾ സ്വഭാവത്തിലുള്ളപ്പോഴാണ് ഇവനൊന്നും പറയില്ല, മര്യാദക്കാരനായിട്ടിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഞാൻ ഇപ്പോഴും എൻ്റെ ഇപ്പം ഈ ബിനോദൊക്കെ പറയാം, ഞങ്ങൾ നമുക്ക് ലീമേഡ് പോവാം. അവർ രണ്ടടിക്കും, ഞാനവിടെ ഇരുന്ന് സ്നാക്സും കഴിച്ചിട്ട് പോരും, എനിക്ക് ബാറിൽ പോകാനെന്നൊരു. പക്ഷെ അതേ ലീമേഡിലെ ആൾക്കാർ പന്തയം വെച്ചിട്ടുണ്ട്, മേജർ പോയി കുടിക്കുമെന്നും പറഞ്ഞു. ഇത് 10-20 വർഷം മുന്നേ ഞാൻ കേട്ടു, ഇവിടെ ഒരാൾ പന്തയം വെച്ച് പോയി മേജർ രവി ഇവിടെ ഇരുന്ന് കുടിക്കുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. നമ്മൾ നാരങ്ങളുള്ളതായിരിക്കും കുടിക്കുന്നത്, അല്ലെങ്കിൽ കോക്കായിരിക്കും കുടിക്കുന്നത്. അവർ കാണുമ്പോൾ ബാറിനകത്ത് ഈ ആളുണ്ട്, അപ്പോൾ ആൾ കുടിക്കാനാണ് വന്നിരിക്കുന്നത്. നോ, കള്ള് ഷാപ്പുകൾ എത്രയോ നല്ല കള്ള് ഷാപ്പുകൾ ചാപ്പാട് കിട്ടുന്നുമുണ്ട്. അവിടെ പോയി നമ്മൾ ചാപ്പാട് കഴിച്ചിട്ട് പോരാം. അവിടെ എന്തിനാണ് കള്ള് കുടിക്കാൻ പോകുന്നത്? അതിനാവശ്യമില്ല. സോ എന്തിനും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അത് ചെയ്യില്ല, അതില്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നിയാൽ ഞാൻ പോകും. എനിക്ക് നല്ല കമ്പനിയാണ്. പിന്നെ സംടൈംസ് ഐ ഫീൽ ദാറ്റ് യെസ്, ഇങ്ങനെ കമ്പനിയിൽ പോയിരുന്നു കഴിഞ്ഞാൽ ഒരു മ്യൂസിക് ഇതൊക്കെ കേൾക്കുമ്പോൾ യു ഗെറ്റ് റീജനുവേറ്റഡ്. ആ ഒരു കിക്ക് വരുന്നുണ്ട്, ഒരു ശബ്ദം, ഉറക്കമൊക്കെ പോയി കണ്ണൊക്കെ ബ്രൈറ്റ് ആയിട്ടിരിക്കും. മറ്റേ 8 മണിയാകുമ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കും, കിടന്നുറങ്ങാമെന്നുള്ളത്. പക്ഷെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ബ്രൈറ്റാണ്.